പിച്ചൊക്കെ ശരിയായിക്കോ, പാട്ട് തുടങ്ങാൻ പോണ്ട്. കിച്ചു കിച്ചുണ്ടോ തൊണ്ടക്കകത്ത്? അല്ല, മൂപ്പരിക്ക് വരുവോ? ഉഷാറ് പൊടി മാറും. വരച്ചും വരച്ചും വരണ്ട് കൊന്നേക്കണേ. കളിച്ചാലാ സിനിമാറ്റിക് അല്ല, നായക ഇപ്പൊ സ്ലോ മോഷനിൽ വന്നോട്ടല്ലേ? അടിപൊളി മ്യൂസിക്. എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് വയ്യ. നാട്ടിലാകെ കേളി കേട്ടൊരു ഗുലുമാലേ, ആജിയാരിക്കണിഞ്ഞു പോയൊരു പുലിവാലേ, വീട്ടിനുള്ളിൽ വന്ന് കയറിയ ഗതികേട്, നാട്ടുകാരുടെ മുന്നിൽ എന്തൊരു നാണക്കേട്. കഥ കേട്ടാൽ കളി മാറും, ഞാൻ പറയാം നിങ്ങൾ കേട്ടോളി. നാട്ടിലാകെ കേളി കേട്ടൊരു കുലുമാലേ, ആജിയാര് കണിഞ്ഞു പോയൊരു പുലിവാലേ. അല്ല, മൂപ്പരൊക്കെ കാണാൻ പറ്റും നമുക്ക്. മൂപ്പര് സ്ലോ മോശങ്ങളെ പേരുണ്ട് പറയുന്നൊക്കെ ഉണ്ട്. ഒന്നുകിൽ ഇയാളെ കൊണ്ട് നാട്ടാര് തന്നോ, അല്ലെങ്കിൽ ഇയാളെ ആര് തല്ലും. നാട്ടുകാർ തല്ലി കൊല്ലും. നല്ല രസമുണ്ടാവല്ലേ? മൂപ്പര് നടുപ്പ് കണ്ട മമ്മൂട്ടിയാണെന്ന വിചാരം. മണ്ടല്ലേ വരണ്ട്. ആഹാ, എന്താ ശൃംഗാരം. കൊണ്ടുങ്ങൽ പഞ്ചായത്തിലെ ഹാജിയാര് വരുന്നുണ്ട്, മക്ക കാണാതെ ഹാജിയായൊരു കൊപ്രാജി വരുന്നുണ്ട്. അങ്ങനെ മക്ക കാണാണ്ട്. കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ ആജിയാര് വരുന്നുണ്ട്, മക്ക കാണാതെ ഹാജിയായൊരു കൊപ്രാജി വരുന്നുണ്ട്. വാക്കുകൊണ്ട് തോക്ക് നീട്ടും, നാക്ക് കൊണ്ട് ചാക്കിലാക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും താരമാണിവൻ, കോട്ടിടാതെ വക്കീലാകും വീരനായകൻ. നാട്ടിലാകെ കേളി കേട്ടൊരു ഗുലുമാലേ, ആജിയാര് കഴിഞ്ഞു പോയൊരു പുലിവാലേ. സാധനല്ലേ? ഇയാളെ ആള് ഭയങ്കര പ്രസ്ഥാനാണ്. പഞ്ചായത്ത് പറഞ്ഞോണ്ടിങ്ങനെ നാളുകൾ എണ്ണിക്കഴിയുമ്പോ പണ്ടാറായൊരു കേസിൽ നമ്മുടെ ആചാരന്ന് കുടുങ്ങിയല്ലോ. സമാധാനമായി. പഞ്ചായത്ത് പറഞ്ഞോണ്ടിങ്ങനെ നാളുകൾ എണ്ണിക്കഴിയുമ്പോ പണ്ടാറായൊരു കേസിൽ നമ്മുടെ ആചാരന്ന് കുടുങ്ങിയല്ലോ. പണികൾ പലതും നോക്കി, 18 പയറ്റി നോക്കി, കാറ്റുപോയ ബലൂണ് പോലെ മാറിച്ചേലേ. നോക്ക് നമ്മുടെ ആജിയാർ പിടിച്ച പുലിവാലേ, നാട്ടിലാകെ കേളി കെട്ടൊരു ഗുലുമാലേ, ആജിയാര് കണിഞ്ഞു പോയൊരു പുലിവാലേ, വീട്ടിനുള്ളിൽ വന്ന് കയറിയ ഗതികേട്, നാട്ടുകാരുടെ മുന്നിൽ എന്തൊരു നാണക്കേട്. കഥ കേട്ടാൽ കളി മാറും, ഞാൻ പറയാം നിങ്ങൾ കേട്ടോളി. നാട്ടിലാകെ കേളി കെട്ടൊരു ഗുലുമാലേ, നമ്മുടെ ആജിയാര് കണിഞ്ഞു പോയൊരു പുലിവാലേ. നമ്മളെ കൊപ്പരാചാരെ കണ്ട? ഇല്ലല്ലോ. അത്രേ എന്തേനു? എന്താ കാര്യം? കൊപ്പരാജിനെ കണ്ട കബീറെ? ഇല്ലല്ലോ. വല്ല പഞ്ചായത്തിനും പോയിട്ടുണ്ടാവും. എന്താ പ്രശ്നം? കൊപ്പരാജിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ആചാരത് എവിടെ പോയി കിടക്കുന്നുണ്ട പടച്ചോനെ? അടി പൊട്ടുന്നതിന് മുമ്പ് ആളെത്തിച്ചില്ലെങ്കിൽ സംഗതി കുട്ടിച്ചോറാവല്ലോ. അല്ലാന്ന് കൊപ്പരാജാരെ കണ്ടങ്ങള്? ഞമ്മളെ കൊപ്പരാജാരെ കണ്ടോന്ന്? വെയില് കുറവാ മോനെ, അതുകൊണ്ട് കൊപ്പരി ഉണങ്ങിയിട്ടില്ല. നീ ഇയാളോട് പറഞ്ഞൊരു കാര്യമില്ല. പോട്ടെ. ഓ, അതിന് ഈ ആചാരം എവിടെ പോയി തപ്പുന്റെ പടച്ചോനെ? ദിവസം മിനിമം 5-6 പഞ്ചായത്താക്കൽ പരിപാടികൾ ആളല്ലേ. കൊപ്രാജി ഇല്ലാത്ത കല്യാണോ കളിയാട്ടോ ഈ കുണ്ടുങ്ങൽ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടാ? തെരഞ്ഞോക്ക് കിട്ടാണ്ടിരിക്കില്ല. കിട്ടണം.
അതേടോ നമ്മൾ തന്നെ അപ്പാഹാജി. അതങ്ങ് ബിരിയാണി ഒക്കെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് 5ാമത്തെ പഞ്ചായത്താക്കലും കഴിഞ്ഞ് വരുന്ന വരവാ. ഇത്ര ഇടങ്ങേറ് പിടിച്ച പണി ദുനിയാവിലില്ല മോനെ. എന്ന് വെച്ച് ഇതാണ്ട് ഒഴിഞ്ഞാലും പറ്റൂല്ലോ. ഒരു പരസഹായം, അതിനൊരു ചെറിയ കൂലിയും. അടിയ ചിലപ്പോ പറഞ്ഞല്ല, അതൊക്കെ വേണ്ടി വരും. പിന്നെ ചില ഹംക്കുകൾ കയ്യാങ്കാലിക്ക് വരുമ്പോ പടച്ചോലെ വിചാരിച്ച് 2 പൊട്ടിക്കേണ്ടി വരും. അതിനല്ലേ മമ്മിയും ബ്ലാക്കും ഒക്കെ നമ്മളെ കൂടെ. ആ വിട്ടോ 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 വിട്ടോ. ആചാരല്ലതാ ആചാരേ ആചാരേ അല്ലോ നിക്കണില്ലല്ലോ. ആചാരേ അല്ലോ നിക്കണില്ലല്ലോ. നമ്മൾ അത്ര മുന്നിലെ കൂവിട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് വിളിക്കോ. നമ്മൾ അത്ര മുന്നിൽ എന്താ പറ്റിക്കുന്ന തോന്നണേ. ബ്രേക്ക് പോയല്ലോ. സൈക്കിൾ ഭയം മരിച്ചിട്ടില്ലല്ലേ? അത്ര അനക്ക് വല്ലോ പറ്റിയോ? നിങ്ങളെ വിളിച്ച് വിളിച്ച് നമ്മളെ തൊണ്ട പൊട്ടി. ഇപ്പൊ നമ്മളെ കാലിന് മുട്ടും പൊട്ടിക്ക. എടാ മമ്മി, ഓന്റെ ഒരു സ്നേഹം കണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കേസും കൂട്ടൊക്കെ ആയിട്ട് വരണേ. നാട്ടുകാരെ നന്മക്കും വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഓനക്ക് അവസാനം എന്താ കിട്ടുക? ഓന് കിട്ടാൻ പോണ പള്ളർച്ച് ബിരിയാണിയാ. ഇങ്ങനെ നാട്ടുകാരെ ബിരിയാണി തിന്നാനായിട്ടൊരു പടപ്പ്. ആട്ടെ, എന്താ കാര്യം? അബൂക്കാന്റെ പുരയിൽ ഇപ്പൊ അടിപൊട്ടു. ആരെ പറയൽ? മാണബൂക്കാന്റെ പുരയില് കൗസുവിന്റെ പിയാപ്പിളന്റെ കൂട്ടർ തല്ലാൻ വന്നിക്കുന്നത് നമുക്ക് ഫോൺ വന്നിക്കുന്നു. ഒരു ജീപ്പ് നിറച്ചു ആൾക്കാരുണ്ടേ. അല്ല, ഒരു ജീപ്പ് നിറച്ചു ആൾക്കാരോ? അതെ, അനക്ക് ഒരടിക്ക് മതിയാവില്ല എന്നുള്ളതാ. അല്ല, നമ്മളെ വിളിക്കാൻ പല്ലാരെ കൊണ്ട് പറഞ്ഞേ. നമ്മളെ അബൂക്കാന്റെ അനുസരിച്ച് കുട്ടിയസൻക അബൂക്ക മദ്രാസിലാണല്ലോ. അവിടെ മുറ്റം നിറച്ചു ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് വിവരം കിട്ടി. അപ്പൊ അത് ചെറിയ കാര്യമല്ലല്ലോ. അല്ലല്ലോ. മമ്മി, ഈ എന്റെ മൊബൈൽ കുത്തിയിട്ട് എന്റെ തുണകളൊക്കെ വിളിക്ക്. ഹലോ, ബ്ലാക്ക് അല്ലേ? ഇജി നമ്മളെ ടീമിനും കൂട്ടിട്ടേ അബുവിന്റെ വീട്ടിലേക്ക് ഒന്ന് എത്ത് കേട്ടോ. ശരി. അബുവിന്റെ വീട്ടിൽ താളുണ്ടല്ലോ. മുറ്റം നിറച്ചു. ആ നീ കയറി. അതോ അപ്പൊ നമ്മുടെ സൈക്കിളോ? അതവിടെ കിടക്കട്ടോ. നിനക്കല്ലാണ്ട് ഇപ്പൊ ലോകത്താർക്കും ഇത് വേണ്ടി വരില്ല. മടി കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കാലോ. നിങ്ങൾക്ക് അത് പറയാചാര്, ഇത് നമ്മളെ കരളാണ്. എന്റെ കരളേറ്റ് വയ്യിൽ അങ്ങനെ കുത്തി കുത്തി പോര്. ഈ ഉസ്താദിന്റെ വീട്ടിലേക്ക് വിടി. അപ്പൊ അടി നമ്മളല്ലാണ്ട് ഒരടി നടക്കുകൊണ്ടോ നടന്നാ പിന്നെ നോക്കി അരട്ടി പണിയാവൂലേ? ആ ചിരിക്കല്ലേ, മതി നിർത്തിക്കാള്. മനുഷ്യന്മാരെ തല്ലുന്ന കാര്യം ചിരിക്കല ഹംക്കിങ്ങള്. നീ വണ്ടി പിടിച്ചല്ലേ. അസ്സലാമു ഉസ്താദ്. വലൈക്കും മുസ്സലാം. എന്താ ആചാര്യ നേരത്തെ? ഒന്നും പറയണ്ട, തിരക്കിട്ടൊരു ബൈക്ക് പോയി. അപ്പൊ ഉസ്താദിനൊന്ന് കണ്ടുപോകാന്ന് വെച്ച് വന്നതാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കൊഴിഞ്ഞ സമയമില്ലല്ലോ. നമ്മളെ മാനാബുവിന്റെ പുരയിൽ ഒരു സംഭവം ഉണ്ട്. ഓന്റെ മോളെ കെട്ടിച്ചയച്ചോർത്തുനിന്ന് ഒരു വണ്ടിക്ക് ആള് വന്നിട്ടുണ്ട്. അപ്പൊ തല്ലും കച്ചറൊന്നും ഉണ്ടാവാതെ നോക്കാൻ കുട്ടിയസ നമ്മളെ വിളിക്കാൻ ആളയച്ച. അതിനെപ്പറ്റി ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. നല്ല അടക്കും ഒതുക്കും ഓത്തും നിസ്കാരമൊക്കെ ഉള്ള പെൺകുട്ടിയാണ് അബുവിന്റെ മോള്. പിയാപ്പള ഗൾഫിലുമാണ്. അറിയാലോ, പിയാപ്പളുടെ ബാപ്പ ഒരു ഭാഗം കൊഞ്ഞെടുക്കുക, ഇമ്മാണെങ്കിൽ അതും കൊഞ്ഞെടുക്കുക. അതിന്റെ ഇടയിൽ 2 പെങ്ങന്മാർ ഒരുമിച്ച് പ്രസവിക്കാൻ വന്നപ്പോ പിന്നെ അബുവിന്റെ മോളെ കാര്യം പറയണ്ടല്ലോ. വരി, അകത്തേക്ക് ഇരിക്കാം. ഓ, ആ പെണ്ണ് പണിയെടുത്ത് കഷ്ടപ്പെടുകയാണ്. നാത്തൂമാർ അസൂയും കുശും വേറെ. ഇതൊന്നും പോരാത്തൊരു വേറെ പുതിയ കംപ്ലൈന്റ്. ആ പെണ്ണിന്റെ പേരിന്റെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ട്. അവിടെ പണിയെടുക്കുന്ന ചെക്കന് മുമ്പിലേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് രംഗം വേറെ. ഇതിന്റെ പേരിലാണ് ഗൾഫിലുള്ള വ്യാപള ഓളെ ഫോണിൽ മൊയ്യല്ലിയത്. ഫോണിൽ കൂടെ മൊഴിയല്ലേ? അങ്ങനെ ഒരു രീതി ശരീരത്തിലില്ലല്ലോ. ഇതിപ്പോ അങ്ങനെയാണ് ഉണ്ടായത്. കാര്യം വസലായപ്പം ഓളപ്പോളാണ്ട് കൂട്ടിക്കൊണ്ടേ. ഇതിന്റെ ഇടയിൽ വർത്താനം കൂട്ടും ചോദ്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് പിന്നെ ഉണ്ടാവാതിരിക്കില്ലല്ലോ. 100 പവനും മറ്റും കൊടുത്താണ് അബു മോളെ കെട്ടിച്ചേ. ഇപ്പൊ കുട്ടിന്റെ മേത്ത് ഒരു പണം തൂക്ക സാധനമില്ല. ചോദിച്ചപ്പോ നല്ലൊരു മറുപടിയും ഇല്ല. അതൊക്കെ വെച്ചിട്ടാണ് അബു കേസ് കൊടുത്തത്. അബു ഒട്ടും മോശക്കാരനൊന്നും അല്ലല്ലോ. എന്നാലും മഹലുമായിട്ട് ആലോചിച്ചിട്ട് മതിയായിരുന്നു ഈ പോലീസും കേസും ഒക്കെ. സ്ത്രീ പീഡനം, വാങ്ങിയ പൈസ കൊടുക്കാതിരിക്കല്,
അന്യായമായ മൊഴിയല്ലല്ലോ ഇതൊക്കെ വെച്ചിട്ടാണ് അബു കേസ് കൊടുത്തത്. പോലീസ് അന്വേഷിക്കാൻ വന്നത് ഓർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. കാരണം ഇവര് എന്ന് വരച്ച് കാണും. അതിന് പകരമായിട്ടാവും ഇവര് ഈ ആൾക്കാരൊക്കെ അയച്ചത്. അതിനിപ്പം നമ്മളെന്ത് നിലപാടാണ് എടുക്കണ്ടേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം ഫോണിൽ കൂടെ മൊഴിയല്ലി തകർക്കുന്നത് ശരിയല്ല. ഓ അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പുതിയാപ്പളുടെ സ്വരത്തിൽ അങ്ങോട്ട് മൊഴിയല്ലിക്കൂടെ? അത് ചെല്ല. എന്തായാലും കുട്ടീന്റെ ഭർത്താവ് ദുബായിൽ നിന്ന് വന്നിട്ട് ഓന്റെ മുഖതാവില് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കാന്ന് ആ തല്ലാൻ വന്നവരോട് പോയിട്ട് പറയും. ഓ ആയിക്കോട്ടെ. പരസ്പരം അറിയാണ്ടും പറയാണ്ടുമുള്ള ഇത്തരം വഴക്കിലും വിവാഹമോചനത്തിലും പെട്ട് എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർന്നിട്ടുള്ളത്. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പറഞ്ഞയക്കുക. ഓ ശരി. പിന്നെ എല്ലാം ഒച്ചമോളും വെല്ലുവിളി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു വിടട്ടെ. കയ്യേറ്റൊന്നും വേണ്ട. ഓ കഴിയുന്നിടത്തോളം ക്ഷമിക്കുക. ഇന്നല്ലാഹുമസാബിരിന്നല്ലേ എന്നാ ചെല്ലി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അമ്മേ വണ്ടി എടുത്താ പോവാ. മെമ്പറും കൂടി അറിഞ്ഞോട്ടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാ വിളിപ്പിച്ചത്. അബൂക്ക് ഇന്നലെ പൊള്ളാച്ചിക്ക് പോയി. അതിനുശേഷം ഈ ഇടങ്ങറൊക്കെ ഉണ്ടായത്. ഇക്കസ്ഥാനത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വേണമല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യാൻ. മെമ്പർക്ക് വിവരമുണ്ട്, പക്ഷെ ഓർക്കതില്ല. പെൺകുട്ടിയൊക്കെ കണ്ണു നിറയെ പൊന്നും പണവും കൊടുത്ത് കെട്ടിച്ചയച്ചിട്ട് ചെന്ന് കേറും മുമ്പ് അമ്മായി അമ്മയും നാത്തുമാരും കൂടി പീഡിപ്പിക്കാന്ന് വെച്ചാൽ കേസ് കൊടുക്കാല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? അല്ല മെമ്പർ പറയും. പിയാപ്പിളാണ് ഇവിടെ ഇല്ല. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം തയ്യാറിന് മുമ്പ് ഗൾഫിലേക്ക് പോയി. ഇപ്പൊ 2 കൊല്ലായി. പിയാപ്പിളാണെങ്കിൽ ഉമ്മയും പെങ്ങന്മാരും പറയുന്നത് കേൾക്കൂ. ഇങ്ങനെ ആയാലും ഇവിടുത്തെ കുട്ടിക്കൊരു തണലാരാ? മെമ്പർ പറയും. അപ്പൊ പുതിയാപ്പിള ഗൾഫിൽ നിന്ന് വരാത്താണോ ഈ പ്രശ്നം? അവനൊന്ന് ഫോൺ ചെയ്താ പോരെ, ഇങ്ങ് വരൂലേ? ഇതിപ്പോ ഖുർആൻ മുഴുവൻ ഓതിട്ട് യാസിൻ ഏതാന്ന് ചോദിച്ച മാതിരിയായി. പെൺകുട്ടീനിട്ട് ഒരു കഷ്ടപ്പെടുത്തി, കണ്ണീര് കുടിപ്പിച്ച്. അത് തന്നെയാ പ്രശ്നം. ഇപ്പൊ ഓർക്ക് നമ്മളെ തല്ലണമെന്നൊരു പൂതി വരട്ടെ. ഇത് കുണ്ടുങ്ങ പഞ്ചായത്താണ് നമ്മളോർക്ക് കാണിച്ചു കൊടുക്ക. ഇത് ചീളിയ സഞ്ചാരാലയോ മറ്റേ നമുക്ക് അടിച്ചു പൊളിച്ചാ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. എന്നാ പിന്നെ ഇവരെ നിരത്ത അല്ല ആചാരെ? നിങ്ങളൊന്ന് പടക്കല്ലാന്ന് ആദ്യം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. ആർക്കാണ്ടാ തല്ലന്റെ ചോണുള്ള അമ്മമാരെ ഇങ്ങോട്ട് പോകുന്നോളി. എന്തേ ഇങ്ങളാടാ പറഞ്ഞേ ചോണുള്ളവരുടെ കുട്ടിയെ തല്ലി? ഓന്റെ ഏട്ടൻ അബു ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ പൊരേ കയറി തല്ലാൻ വന്നത്? അതാണ്ട് ചെയ്താല് എന്നാ മമ്മി കേട്ടല്ലോ. ഇവർക്കൊക്കെ സമ്മത. എന്നാ പിന്നെ വന്ന കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ധൈര്യമില്ല സ്വറവുമില്ല. ഇന്ന് നാവുള്ളവരുടെ ഇങ്ങോട്ട് വരി, നമുക്ക് പറഞ്ഞ് പഞ്ചായത്താക്കാം. കുട്ടിയച്ഛൻ എന്ത് പറയണ്? മര്യാദക്കാണെങ്കിൽ അങ്ങനെ ഇല്ലാച്ചാല് കേട്ടല്ലോ. ഞമ്മള് മര്യാദക്കാണ്. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പിരിഞ്ഞോളി. പിന്നെ ഞമ്മക്കിത് മാത്രല്ല, വേറെയും പഞ്ചായത്ത് പോലെ അപ്പുറത്തുണ്ട്. ആ മമ്മി ഓരോരുത്തർ പോലെ കത്തിയോടുകളായതുകൊണ്ട് നോക്ക്, വെറുതെ ഒരു ചെക്കിങ്. വണ്ടിയിൽ ആയുധങ്ങളൊന്നുമില്ല ആചാരെ? ഒന്നുമില്ലേ? പിന്നെ എങ്ങനെയാണ്ടത് ഒരു കട്ടപ്പാരെങ്കിലും ഇല്ലാതെ? പൊന്നാജി, നിങ്ങൾ ഇടപെടുന്ന കാര്യമായിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. കുണ്ടുങ്ങലെ പഞ്ചായത്തിൽ നമ്മളില്ലാതെ എന്ത് കാര്യം? അനക്കത് അറിയില്ലാന്ന് വെച്ചിട്ട്. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. തല്ലാൻ വന്നോരും തല്ല് കൊള്ളാൻ വന്നോരും പിന്നെ പിയാപ്പളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഓരും കേൾക്കാൻ വേണ്ടി പറയാണ്. ഇന്റെ ചങ്ങാതി അബൂന്റെ മോള് കൗസൂനെ കെട്ടിച്ചോടുത്ത പൊരക്കാര് എന്തൊക്കെ ഓളെ ചെയ്തിട്ടുണ്ടെങ്കിലും ഓളോട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഗൾഫിൽ നിന്ന് പിയാപ്പള വന്ന ശേഷം സാക്ഷികൾ മുഖേന പറഞ്ഞു തീർക്കാം. ദുബായിലിരിക്കുന്ന പിയാപ്പള ഫോണിൽ മൊയ്യല്ലാൽ അത് നമ്മളെ മഹൽ സ്വീകരിക്കൂല. പിയാപ്പളുടെ ശബ്ദത്തിൽ മിമിക്രിക്കാർക്ക് മൊയ്യലിക്കൂടെ? ഇതിലെല്ലാരും കുറ്റക്കാരാവും. കൗസൂന്റെ ബാപ്പ പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു തീർക്കും. അതുവരെ കൗസും ആ പൈതലും ഇവിടെ തന്നെ. ഇനി നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ
നമുക്ക് സലാം ചൊല്ലി പിരിയ. എന്താ കുട്ടിയസാ? ഈ ന്യായത്തിന് ഞമ്മക്ക് സമ്മതാ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? സമ്മതം. ആ പിന്നെന്ത് നോക്കാന്? വരി വരി വരി. ആ വരി വരി വരി. നോട്ടെ സലാം ചൊല്ലി പിരിഞ്ഞാല്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. പറട്ടെ. അല്ലോ എല്ലാം കഴിഞ്ഞോ? ഇല്ലല്ല. എല്ലാരും ബിരിയാണല്ലോ പഠിച്ചോനെ. അന്ന് ബിരിയാണി തീർന്നിണ്ടാവുമോ? ആചാര്യ പോയില്ല, അപ്പൊ ബിരിയാണി തീർന്നിണ്ടാവില്ല. കഴിഞ്ഞ ആചാര്യ നീ എവിടെ ഇതുവരെ? അലാക്കിന്റെ ഗതികേട് അപ്പഴേ സൈക്കിള് പഞ്ചറായില്ലേന്ന്. നെയ്ച്ചോറ് ശരിയായിട്ടുണ്ടെന്ന്. നേരോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും മമ്മൂനിക്ക് വെള്ളം അടച്ചു കൊടുത്താലേ ഓനും പ്രാഹത്താവട്ടെ. നടക്കടോ പോവാ. ആചാരെ ഇത് ഞമ്മളൊരു സന്തോഷത്തിന് അതൊക്കെ അവിടെ കൊടുത്താൽ ഇത് വെച്ചോളി. ഹലോ, ആ നമ്മള് വരുവാനോ? എന്ത് പറ്റി? ബൈക്ക് ആക്സിഡന്റോ? ചെറുതായാലും വലുതായാലും അപകടം തന്നെ അല്ലേ? നമ്മളെത്തി വിട് വിട് കോട്ടപ്പറമ്പിലേക്ക്. കോട്ടപ്പറമ്പിലേടോ കൂടിയില്ലേ? ഹലോ, ബാക്കി പിന്നെ പറയാം. നമ്മളിപ്പോ വീട്ടിലെത്തി. ആ ഇന്നത്തെ മുഴുവൻ പഞ്ചായത്തും കഴിഞ്ഞ് ഇനി നമ്മളെ കൊപ്പറിന്റെ കണക്ക് വരവും ചെലവൊക്കെ നോക്കിയിട്ട് രാത്രി 8 മണിക്ക് കമ്മ്യൂണിറ്റി ആളൊരു ആശംസ ഉണ്ട്. പിന്നെ വൈകിട്ട് എന്താ പരിപാടി നമ്മളോട് ചോദിക്കരുത്. നമ്മൾ അതിന്റെ ആളും അല്ല, നമുക്ക് ഇഷ്ടവുമില്ല. എന്താണോ? അല്ല ഇവിടെ ആരുമില്ലേ? മോളെ ജമീലെ 2 ചായ എടുക്കാൻ പറയുമ്പോനോട്. മറ്റബനോട് പോയി ഉറുമി ഉറുമി കൊപ്രകളത്തിലേക്ക് പോയി. മജീദിനെ സഹായിക്കാൻ ആരേലും വേണ്ടേ? ആ ജമീലിനോട് ചായ എടുക്കാൻ പറയും. ഓളോട് പോയി. ഓള് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? നിങ്ങളോട് സമ്മതം വാങ്ങിന്നാണല്ലോ ഓള് എന്നോട് പറഞ്ഞേ. ഓള് കൂടെ പഠിക്കുന്ന ചങ്ങാഴ്ച റഹ്മത്തിന്റെ നിക്കാല്ലേ, കുയ്യോട്ടിക്ക് തുണി വാങ്ങാൻ ജമീലേനെയും കുട്ടി. ഓഹോ, ആദ്യം നമ്മള് വിട്ടുപോയി. എന്നാ നീ പോയി ചായ എടുത്തോണ്ട. ആയിക്കോട്ടെ. 2 ചായ എടുത്തോ. എന്നാ നമ്മള് പോട്ടെ. പിന്നെ 2 ചായ ഞാൻ ഒച്ച കുടിക്കാം. ഈ കേട്ടില്ല ഞാൻ ചായക്ക് പറഞ്ഞേ. ഇന്നത്തെ പിരിവ് കിട്ടിട്. അന്ന് വലിയ മോശമല്ലല്ലോടാ. മരുവന്റെ ബൈക്ക് കെട്ടിയതിന് അങ്ങോട്ട് കൊടുത്തത് നഷ്ടം. അല്ല, അത് നമ്മള് മറന്നുപോയി. വേണ്ടാണ്ട് 10,250 ഉറുപ്പ്യ പോയി. ഓനെ നമ്മൾ ശരിയാക്കണ്ട്. ഓനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മളെ പൈസ അഞ്ഞും പോവും. നിങ്ങൾ ആരെ നിലക്ക് നിർത്തുന്ന കാര്യമായി പറയണേ? എന്റെ പുന്നാര നാത്തൂനില്ലേ, ഓളെ മോൻ മജീദിനെ. ഓൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തു? ഒരു പാവത്തിന്റെ മേത്ത് വണ്ടി കുത്തിച്ചോം പോലെ കണ്ടില്ല എന്നുമ്പോ ചൊറ്റ പോക്കും. അയ്യോ, വണ്ടി മുട്ടിന്നാ? എന്നിട്ട് ഓനെന്തെങ്കിലും പറ്റിയോ? പുതിയ ബൈക്കാണല്ലോ എന്റെ റബ്ബേ. എന്റെ വായിക്ക് എടുക്കണ ഈ കേക്കൂട്ടോ. കൊപ്പരാജിന്റെ മരുമോനായതുകൊണ്ട് നാട്ടുകാരെ എല്ല് വെള്ളാക്കാതെ വിട്ട് നമ്മൾ 250 ഉറുപ്പ്യം പോയി. അത്രയും കൊണ്ട് പഞ്ചായത്തായ എന്നാ ചെറുതായിട്ടേ തട്ടിയിട്ടുണ്ടാവും. നിർത്തിക്കാലി അന്ന് പായാരം മറിച്ച് ചെന്ന് അടുക്കള പണിയുണ്ടാവും. ചെല് പോകുന്നു. ഓക്ക് ഇതൊന്നും ഇഷ്ടാവില്ല. അല്ലാതെ തന്നെ പഠിച്ചോൻ ഭാര്യക്ക് ഒരു തരണുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങളെ 3-4 എണ്ണത്തിന് പോറ്റേണ്ട കാര്യം ഓക്കറിയില്ല. 100 ഉറുപ്പ്യ അത്ര കൊടുത്താളാ. ബാക്കി നിങ്ങളെല്ലാം കൂടി ഒരിച്ചെടുത്തോ. ചെല്. എന്നാ ഞാൻ പോട്ടെ. പിന്നെ ആ ബ്രോക്കർ മൊയ്തോണ്ട് നമ്മൾ ചോദിച്ചെന്ന് പറയും. ഓ ശരി. പച്ച പാവം. ഇതിന്റെ ഒക്കെ ഒരു തടിയും മണ്ണും കണ്ടിട്ടല്ലേ പഠിച്ചോനെ ഈ ആളുകൾ പേടിക്കണത്. പറഞ്ഞിട്ടെന്താ, ഈ മാതിരിനെ കൊണ്ടല്ലേ നമ്മളെ കേസൊക്കെ പഞ്ചായത്തായി തീരുന്നതും. ഹലോ, നീ എവിടെയാണല്ലേ? ഇപ്പൊ സമയത്രയായി? ആരാ? ജമീലിയാ? ഓള് തന്നെ. അത് ഉമ്മ ചോദിക്കാ ഈ എവിടെയാണുള്ളതെന്ന്. ബൈകണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോ. ഓള് കുറച്ച് ബൈക്കും മജീദോളെ കാറിൽ ഇങ്ങോട്ട് ആക്കിക്കോ. പിന്നെ ഈ ഒരു ചായ കൂടി ഇങ്ങോട്ട് എടുത്തു. വലൈക്കുസ്സലാം. യെസ്, മജീദാണ്. പറയൂ. ഇന്ന് അയക്കാം. പി.കെയുടെ മില്ലിലേക്ക് ഇന്നലെ 5 ലോഡ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഒരു 10 ലോഡ് കൊപ്പര എത്താറുണ്ട്. അതെത്തിയാലുടൻ നിങ്ങളെ ലോഡ് ഇന്ന് തന്നെ അയക്കാം. ഓക്കെ. ജമീല, ഏയ് ജമീല. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. തീറ്റ. എന്താ ചിരിക്കണേ? എന്റെ പൊന്നു മോളെ, ഇങ്ങനെയുണ്ടോ ഒരു ആക്രാന്തം? നീ ഇപ്പൊ എത്ര ഐസ്ക്രീം തിന്നു? 3. എന്തേ? ഒരു കാര്യം ചെയ്, ആ മോത്തുള്ളം കൂടെ ഒന്ന് നക്കിക്കാൾ. പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, അതുകൂടെ അടുത്ത് തിന്നാളാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, വന്ന് വണ്ടി കയറി. നിന്റെ വാപ്പ കൊപ്രാജിയുടെ ബോഡി ഗാർഡ്സ് എങ്ങാനും കണ്ട മൂപ്പരെ പെങ്ങളെ മോനാന്ന് നോക്കൂല.
നിന്റെ ബാപ്പ എന്നെ കൊപ്പരയിട്ട് ആട്ടി എണ്ണയാക്കി കളയും. ഓ പിന്നെ മജീദ് ഖാന്റെ കൂടെ ഞാനുണ്ടെന്ന് ഞാനിപ്പോ ബാപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ മതി മതി, നേരം വൈകി, നീ കേറ്. ആ ജമീല, ഞാൻ നിന്നെ വീടിന്റെ കുറച്ച് ഇപ്പുറത്തിറക്കി വിടും. നീ ഷോർട്ട് കട്ടില് തെങ്ങിൻതോപ്പിലൂടെ വീട്ടിലേക്ക് പോയിക്കോണം. അതെന്തേ? തൽക്കാലം നിന്റെ വാപ്പ ഇപ്പൊ എന്നെ കാണണ്ട. ഉസ്മാനിക്കേന്റെ മേത്ത് ബൈക്ക് തട്ടിയ വകയിൽ 250 ഉറുപ്പിക മൂപ്പര് കൊടുത്തേന് പയറ് നിറച്ച് എനിക്കിപ്പോ കേൾക്കേണ്ടി വരും. അത് ബാപ്പ മറന്നു കാണും. അതിന് നിന്റെ വാപ്പ കൊപ്പരാജി അല്ലാണ്ടിരിക്കണം. തൽക്കാലം റിസ്ക് എടുക്കാൻ ഞാനില്ല. ചോദിച്ചാ നീ എന്തെങ്കിലും പറഞ്ഞാ മതി. അല്ല, കള്ളത്തിനെ നമ്മള് പറയൂല, പഠിച്ചോണ്ടടുത്തുനിന്ന് കുറ്റം കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യും, കൊപ്പരാജിനെ പേടിച്ചിട്ട് നിന്നെ വൈക്കൽ ഇറക്കി വിട്ടാന്ന് പറഞ്ഞേക്ക്. അല്ലോ, അത് തീരെ പറയാൻ പറ്റൂല. ബാപ്പ പിന്നെ നിങ്ങളെ വെച്ചേക്കൂല. ഒരു കാര്യം ചെയ്യാം, കൊപ്പരയ്ക്ക് ഉറുമി കാവലിരിക്കാണെന്നും ഉറുമിക്ക് കൊപ്പര കട്ട് തന്നെ തീർക്കുന്നു, അതുകൊണ്ട് മജീദ് വേഗം പോയതാന്ന് പറയാം. എന്തേ? പടച്ചോനെ, ഉറുമീനെ കൊപ്പരക്ക് കാവലിരുത്തിയാണോ പോകുന്നത്? മീനിന് കുറിഞ്ഞിപ്പൂച്ചനെ കാവലിരുത്തിയമായി ആയിട്ടുണ്ടാവും സ്ഥിതി. നീ ഭയങ്കര നമ്മളിങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഓല് തരുന്നത് വാങ്ങണ്ടാനാണോ നസീമ? പിന്നെ നമ്മൾ ഈ പഞ്ചായത്തിൽ പോകുമ്പോൾ നമ്മൾ എടുമ്പല്ലോ 1-2 ഉണ്ടാവും. അയറ്റേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ? പിന്നെ ഈ മാമ്പൽ തസ്സൈനാരുടെ മകൻ അപ്പഹാജിന്റെ നസീബ് കൊണ്ടും പടച്ചോന്റെ തോഫിക്കൊണ്ടും സംഗതി സലാമത്തായി വരുമ്പം ഓല് തരുന്നേ വാങ്ങണ്ടാക്കാൻ പറ്റുമോ? അത് കഷ്ടപ്പെടാണ്ട് കിട്ടണ കാശ് അനുഭവിക്കണവർക്ക് ദോഷം ചെയ്യും. നമ്മള് പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ പുന്നാര നസീമ, ഞാൻ എന്റെ കൈകൊണ്ട് തൊടില്ലല്ലോ. നല്ല ന്യായം തന്നെ. ഓടുക്ക് നിങ്ങളെ കയ്യിലല്ലേ പൈസ എത്തണേ? അത് പിന്നെ അതുകൊണ്ടാ ഞമ്മള് പറയണത്, ഇങ്ങനെ കിട്ടണ കായ് നിന്റെ കയ്യിൽ തരാൻ. ഞാനിത് പാവപ്പെട്ടവർക്ക് കൊടുത്ത് ഓരുടെ സങ്കടം മാറ്റട്ടെ. വീണ്ടും അങ്ങനെ തന്നെ പറയണേ. ഈ പൈസ നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. നീ പലപ്പോഴായിട്ട് ചോദിക്കുമ്പോഴും നമ്മളൊന്നും ഉണ്ടാകണത് അതൊരു രഹസ്യ സംഗതി ആയതുകൊണ്ടാ. രഹസ്യോ? നമ്മൾ ഈ കിട്ടുന്ന കാശൊക്കെ ഉസ്താദിന്റെ കയ്യിലാ കൊണ്ടേ കൊടുക്കുന്നത്. ഓരോ പഞ്ചായത്ത് നേരായി വരുമ്പോഴും അത് നമ്മളെ നാക്കിന്റെ പവർ കൊണ്ടാണെന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ പടച്ചോന്റെ സഹായം കൊണ്ടാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ആ പൈസ യത്തീമക്കൾക്ക് വേണ്ടി നീക്കുക ചെയ്യുന്നത്. നമ്മൾ വായിട്ട് അലക്കുന്നതിന് അങ്ങനെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ. എന്റെ പടച്ചമ്പുരാനെ, നിങ്ങൾ ഇത്രയ്ക്ക് നല്ല മനസ്സിനാന്ന് ഞാൻ നിരീക്ഷില്ല. ഇപ്പൊ നിങ്ങളെ പറ്റി പാട് മതിപ്പ് തോന്നണ്. വല്ലാത്ത സന്തോഷോ. ഉമ്മ ബാപ്പന്റെ പുന്നാര മോള് വന്നല്ലോ. അല്ല, ചെങ്ങാഴ്ച കുടുപ്പെടുക്കലൊക്കെ കഴിഞ്ഞോ? അല്ല, ചെങ്ങാഴ്ചാലെ നിക്കാഹിന് ഉടുപ്പെടുത്ത് നടന്നാ മതിയോ? മോക്കും വേണ്ടേ? ബാപ്പ ചില കണക്കൂട്ടലൊക്കെ നടത്തുന്നുണ്ട്. അത് വേണ്ട വാപ്പ, എന്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം കണക്കൂട്ടി തുടങ്ങിയാ മതി. പഠിപ്പൊക്കെ പിന്നെ ആവാലോ. ഏതായാലും ബാപ്പ ബ്രോക്കർ മൊയ്തീനൊന്ന് കാണട്ടെ. മോളൊന്ന് ഒരുങ്ങി നിന്നോ? ഓ പിന്നെ, ഉമ്മ ഒരുങ്ങുന്നു. എനിക്ക് ചാരത്ത് തരും. സമയം പാതിരയായി. ഇനിയിപ്പോൾ എലിയും പൂച്ചയും കരികൊണ്ടൊക്കെ ഉണ്ടാവും. കൊപ്പരൊക്കെ ആയിട്ടുള്ള തിന്നിട്ട് ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എന്താന്നറിഞ്ഞില്ല, ഒന്ന് ഭയങ്കര ക്ഷീണം. എലികളൊക്കെ എത്തിയോ? അല്ല, എന്താ തൊഴിലുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥത. നമ്മൾ ഉറങ്ങാൻ പോണുള്ളൂ, അപ്പോഴത്തേക്ക് എലികളെത്തി. അല്ല, എന്തൊരു നാറ്റാണ് പുറപ്പിന്. വികാതെ നോക്കണം, നല്ലോണം പിടിച്ചോ. നോക്കി ഇറങ്ങി. എടാ പെരിച്ചായി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. തല തല മനസ്സിന്റെ മണിയറയിൽ കിന്നാര
സുന്ദരിയായ അങ്ങനെ അത് തീർച്ചയായിരിക്കും. അല്ല, നമ്മൾ ഒച്ച കേട്ടിട്ട് അറിയുന്നില്ലല്ലോ. കള്ളന്മാരല്ലേ? ജിന്നായിരിക്കും. ജിന്നുകളെ പറ്റി പറയുകയാണെങ്കിലേ ഒരുപാട് പറയാനുണ്ട്. ജിന്നുകൾക്ക് പല രൂപത്തിലും വരാൻ കഴിയും. പുകയായും കാറ്റായും ഒക്കെ വരും. അധിക അസമയത്തായിട്ടുള്ള വരവ്. ഓല കാഴ്ചവട്ടത്തെങ്ങാനും നമ്മൾ പെട്ടുപോയാ പിന്നെ പോയപ്പോ. ജിന്നുകൾ തന്നെ പലതരത്തിലുണ്ട്. നല്ല ജിന്നുകളും വടക്ക് ജിന്നുകളും ഒക്കെ ആയിട്ട്. പടച്ച റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തോലെ മേൽക്ക അത് വേഗം പാഞ്ഞ. അതുകൊണ്ടാ കള്ളത്തരവും കള്ളുകൂടിയൊന്നും ഇല്ലാതെ നമ്മൾ നേരായ ബൈക്ക് ജീവിക്കണം എന്ന് പറയണത്. അല്ല വല്യമ്മ, ഈ കൊപ്പര വെക്കണോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കള്ളത്തരം കാണിക്കണോലെ നേരെ ജിന്ന് വരും, അതുറപ്പാ. എന്നിട്ട് ഓലെ നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പത് ജിന്നുകള് തന്നെ. ജിന്നുകൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂലല്ലോ. കൊപ്പര ജിന്നുകളാണ് നിങ്ങളെ ഞാനങ്ങനെ വെറുതെ വിടൂല. ഉറുമീനോടാണ് കളി ജിന്നുകളെ. ജിന്നുകളെ എടാ ഉറുമിയെ, എന്തൊരു ചന്ദനത്തിരി പോകെ ഈ എന്താക്കുക? ഈ എന്താണ് അവിടെ കാണിക്കുന്നേ? ഇങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? 2 ജിന്നുകൾ കൊപ്പരക്കാലത്തിന്റെ അയത്ത് പുകയിലും കരിയിലൊക്കെ മുങ്ങിയിട്ട് ഇങ്ങളൊക്കെ അത് കണ്ടാലേ അല്ലാന്നും പറഞ്ഞ് പേടിച്ചു പറിച്ച് മയ്യത്തായി പോയി. ആനായതുകൊണ്ട് പിടിച്ചു നിന്ന് ഒന്ന് കാണേണ്ടായിരുന്നു ആ കാഴ്ച. ഈ ബടായി പറയല്ലേ മുനീറെ? ഇങ്ങക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഈയും മമ്മൂഞ്ഞിന്റെ കിട്ടുള്ള മാതിരി തുടങ്ങുക. ഓനെ പറ്റി എന്നെ പറയണത്. പക്ഷെ ഓനെ കുറ്റം മറ്റു കാര്യമില്ല. മേത്ത് ജിന്നു കൂടിക്കണെന്ന് പറഞ്ഞിട്ട് ഓള് പരാക്രമം കാണിച്ച് നടക്കല്ലേ. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഈ അറിഞ്ഞിട്ടില്ല? ഓളിപ്പ ഏത് നേരം നിസ്കാരവും കുന്തിരിക്കാൻ പോക്കലൊക്കെ ആയിട്ട് നടക്കല്ലേ. ഓനൊരു ഇറക്ക് വെള്ളം കൂടി കിട്ടൂല. പിന്നെ ഓൻ എങ്ങനെ വേറെ പെണ്ണിന്റെ ഒപ്പം പോവായിരിക്കും? അത് ശരിയാണ്. ഒക്കെ ഓളെ അഭിനയ. പെണ്ണുങ്ങൾ ഒരേ കാട്ടിക്കൂട്ടല്ലേ. അല്ലോ ഹാജിയാരി അല്ല കുടുങ്ങിയോ? ഒക്കെ മനസ്സിലായി. അത് കൊപ്പരക്കാലത്തിനൊരു മണം കിട്ടാന്. കൊണ്ടുപോയി പോഹിക്കുക അതിന്റെ മോൻ. ആദ്യം പോയി കുളിച്ച് വെടുപ്പായി വാ. എന്നാൽ തന്നെ ഇവിടുത്തെ മണമൊക്കെ മാറി വൃത്തിയാവും. ഈ എന്റെ വർത്താനം കേട്ടിട്ടുണ്ട്. അവർക്ക് നാട്ടുകാരെ പറ്റി പലതും പറയാണ്ടാവും. ബെടായില്ല, ഞാൻ മമ്മൂഞ്ഞിനെ പറ്റിയാണ് പറയുന്നേ. മമ്മൂഞ്ഞോ? അതാണ് എനിക്ക് കിട്ടണ്ടേ. ഓനെ തെരഞ്ഞു ആൾക്കാരും കാണില്ലല്ലോ. ഉണ്ടല്ലടാ, ഞാൻ ഓനൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ, പണ്ടൊക്കെ കൊപ്പരാന്ന് പറഞ്ഞാൽ തേങ്ങന്റെ ഉള്ളിൽ നിന്ന് കിട്ടണേനി. ഇപ്പൊ കൊപ്പരം വരില്ല, കൊപ്പരം കൊണ്ടുവരും. എന്താണ് മമ്മൂ എന്നെ പറ്റി വേണ്ടാത്തൊക്കെ ഓരോന്ന് കേക്കണേ? എന്താണിത്? അത് സ്വന്തം കെട്ടോളിയും വിട്ട് വേറൊരുത്തിന്റെ കൂടെ പോയി നോക്കിയാ കേക്കണ്. എന്താപ്പത്? അത് ആചാര്യ പറഞ്ഞു കേൾക്കുന്ന പോലെ ഒന്നുമില്ല. കെട്ടിയോളടുന്ന് വെള്ളം കിട്ടാണ്ടായപ്പോ കിട്ടിയടുന്ന് ഇച്ചിരി വെള്ളം കുടിക്കും. അതിന് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാൽ നമ്മളെന്താക്കാൻ? നമ്മളോളെ കെട്ടിട്ട് 3-4 കൊല്ലായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇന്ന് വരെ ഞമ്മക്കുണ്ടായില്ല. നിസ്കാരപ്പായി നിന്നിച്ചിട്ടുള്ള സമയമല്ലോ.
എന്നിട്ടും വേറൊരു പെണ്ണിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടും കൂടിയില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞ പോലെ നിന്നിട്ടാലെങ്കിലും മതിയേനി. അതിനുപ്പന്റെ കെട്ടൊക്കെ എന്താ പറ്റി? ഇപ്പോൾ മേലെ നിറച്ച ജിന്നാണ് ആചാരെ. ഫസ്റ്റാണ് ഈ എന്നെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് നാട്ടുകാരെ മേൽക്കിടുക. ഓളെ ചന്തിക്കിട്ട് നല്ല പൊട്ടിക്കാൻ വേണ്ടി ഒരു ജിന്നും ശൈത്താനും. ഈ ഓളെ നല്ലോണം നോക്കാത്തതുകൊണ്ടാണ് ഈ ഇടങ്ങറൊക്കെ ഉണ്ടാവുന്നത്. എടോ, നമ്മൾ ആണുങ്ങളാണ് വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഗൗനിക്കേണ്ടത്, അല്ലാതെ വരുമ്പോഴാണ് ഈ ജിന്നും ഇബ്ലീസൊക്കെ ഉണ്ടാവണേ. ഇനി കെട്ടിയോളെ മേത്ത് ജിന്നുകൂടി എന്നും പറഞ്ഞ് കണ്ട് പെണ്ണുങ്ങളെ പിന്നാലെ പോയാൽ വല്ലാഹി അന്നെ കൊപ്പറ്റിന് കൊടുത്തിട്ട് ആറ്റ് വിളിച്ചുണ്ടാക്കും. ആ പോ പോ. ഹലോ, വാലിക്കും സലാം. ആയിക്കോട്ടെ, കോഴിപ്പൂടിലെ കേസല്ലേ, മറന്നിട്ടൊന്നുമില്ല. ഇന്നൊരു അൽക്കൂലത്തെ ദിവസാ. 2-3 ചൊറ കുടിച്ച കേസും കൂടി പഞ്ചായത്താക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കൃത്യസമയത്ത് നമ്മളവിടെ എത്തിയാ പോരെ. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളൊരു കസാല അവിടെ വെച്ചിട്ടേക്ക്. അത് വേറെ കാര്യം, ആ കസാലമിൽ നമ്മളെ പേരവിടെ എഴുതിയിട്ടേക്ക്. കൊപ്പരാജി എന്നല്ലാന്ന്, അത് കസാലമിൽ എഴുതുക അപ്പ ഹാജി, അല്ല അപ്പ ഹാജ. ഓക്കെ ഓക്കെ, എത്താന്ന്. ഓ കൊപ്പരാജി വരുന്നുണ്ട്. സമയം പറയണ്ട. എവിടെ മുനീർ? അല്ല, മുനീറുള്ള വക്കീമാരി വേറെ പഠിച്ചില്ലേ? ഇന്ന് അതിന്റെ ഉദ്ഘാടനം നമ്മളെ മെമ്പർ സുബൈദ നിർവഹിക്കും. കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പ്രദേശത്ത് കോഴി വിപ്ലവം സൃഷ്ടിച്ച് പ്രശസ്തനായി തീർന്ന മുനീറിനെ ആദരിക്കുവാൻ ചേർന്ന ഈ പരിപാടിയുടെ നടപടികൾ ആരംഭിക്കുകയാണ്. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുനീറിനെ ഹാരാർപ്പണം ചെയ്യുന്നതിനും ബൊക്കെ നൽകുന്നതിനും കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ അഭിമാനമായ ജനാബ് അപ്പാഹാജിയെ ക്ഷണിക്കുന്നു. പ്രസംഗം ആദ്യം വേണോ പിന്നെ മതിയോ? ആദ്യം മാലയിടല്, പിന്നെ പ്രസംഗം. ആയിക്കോട്ടെ. എന്നെക്കാളും വലിപ്പുണ്ടല്ലോ മാല. എല്ലാരും ഒന്ന് കൈയാക്കി. ആ പൊക്കെ ഇവിടെ ഇട്ടിട്ട് താങ്ങുന്നത് നമ്മളെ രാജ്യത്തിന് അഭിമാനമാണ് ഈ നിൽക്കുന്ന സാധനം. പക്ഷെ കണ്ടാത്തൊന്നുമില്ല, എന്നാൽ അഹങ്കാരമില്ല. ആദ്യം അധ്യക്ഷ പ്രസംഗം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മെമ്പർ സുബൈദ അവർകളെ, കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ചങ്ങാതിമാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കോഴി മുനീർ 25,001 കോഴികളെ ബിരിയാണിക്കും കറിക്കുമെല്ലാമായി അറുത്ത് ഒരു കോഴി വിപ്ലവം സൃഷ്ടിച്ച കാര്യം ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇത്രയും കോഴികൾ അറുത്ത് വിപ്ലവം സൃഷ്ടിച്ച ആ ബുക്കിന്റെ പേരെന്തേന്? ആരോട്? ഗിന്നസ് ബുക്കില്. ആ ബുക്കില് നമ്മളെ മുനീറിന്റെ പേര് വരണമെങ്കിൽ ഇനിയും നമ്മൾ കല്യാണങ്ങളും പാർട്ടികളൊക്കെ നടത്തി കൂടുതൽ കോഴികളെ അറുത്ത് മുന്നോട്ട് വരാൻ ഇവനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ ഒഴിച്ചുകൂടാത്തൊരു കടമയാണ്. പിന്നെ മൗലൂദ് കഴിക്കുന്ന കൂട്ടിലോട് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. മൗലൂദിന് പോത്തിനറുക്കുന്ന സ്ഥാനത്ത് കോഴിയാക്കാൻ ശ്രമിച്ചാൽ വളരെ നന്ന്. കാരണം ഒരു പോത്തിന്റെ സ്ഥാനത്ത് 300-400 കോഴി പോയി കിട്ടും. മുനീറിന്റെ പേര് ഗിന്നസ് ബുക്കിൽ വന്നും കിട്ടും. ഹലോ, അത്രക്കായോ? നമ്മൾ എത്തിപ്പോയി. സുബൈദ, ഈ നന്ദി കിട്ടിയ കാരക്കൊണ്ടാ പറയിപ്പിച്ച് പിരിച്ചു വിട്ടാൽ ഞാൻ പോവാം. അതൊന്ന് മാറിക്കൊടുക്കും ഇക്ക പോയിക്കോട്ടെ. നസീമ, ധാര വന്നിക്കണ നോക്കിയാ. ആഹാ, ഉമ്മുമാന്റെ പുന്നാര മോനല്ലേ വന്നേക്കണേ. എത്ര എന്തേ വിളിക്കുകയും പറയുകയും ചെയ്യാണ്ട് പോന്നെ? എന്തേ മോളെ? ഉമ്മ പിണങ്ങി പോന്നതാ? എന്റെ റബ്ബേ, എന്താ അവിടെ ഉണ്ടായേ? ഈ കരയാതെ എന്താ ഉണ്ടായതെന്ന്?
എന്താന്ന് പറയുമോളെ? ഓക്ക് എന്താ പറ്റിയത് നസീമ? എന്തോ കാര്യായിട്ടില്ലാതെ എന്റെ കുട്ടി ഇങ്ങനെ കാര്യമില്ലല്ലോ. ഉമ്മാനെ ബേജാറാക്കാണ്ട് കാര്യം എന്താന്ന് പറയുമോളെ? എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമില്ല ഉമ്മ. ഉമ്മയും പെങ്ങന്മാരെ എണ്ണീട്ട് കഷ്ടപ്പെടുത്തുക. എന്നെ കൊണ്ടാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു. ഇനി ബഷീർക്ക വരാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. എന്റെ കുട്ടി എന്തായി പറയണേ? ഓക്ക് കാര്യായിട്ട് എന്തോ പറ്റിക്കണട്ടോ. യോളെ ബാപ്പാനെ വിളിക്കേ. നിങ്ങള് ബഹളം വെക്കല്ലേ ഉമ്മ? പിന്നെ ബഹളം വെക്കാണ്ട് അപ്പഹാജിന്റെ മോക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വരാൻ പാടുണ്ടോ? യോളെ ബാപ്പാനെ വിളിക്കേ. ഈ കുടുംബത്തിൽ ഒരു പിണക്കും വെളി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനോളെ ബാപ്പ ഒന്ന് വന്നോട്ടെ. റുക്കിയ, ഈ കരയാണ്ടിരിക്കും മോളെ. ചെന്ന് കയ്യും മോറും കഴുക്. ചെല്ല്. ആ മോനെ ഷുക്കൂറേ, ഇങ്ങോട്ട് വാ. മോൻ ബേജാറാകൊന്നും വേണ്ടട്ടോ. മോന് മോമ നെയ്യപ്പം ചുട്ടി വെച്ചിട്ടുണ്ട്, എടുത്തു തരാട്ടാ. എന്റെ പിയാപ്ലേനെ വിളിച്ച് ബഷീർഖാന്റെ അടുത്ത് കൊടുത്തയക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞോ? ഒക്കെ പറഞ്ഞിക്കണ്. നിങ്ങളുടെ പുയ്യാപ്പിളക്ക് ഒരു മൊബൈൽ ഫോണും പറഞ്ഞിക്കണ്. ഫോട്ടോ എടുക്കണ മൊബൈൽ ഫോണാ പറഞ്ഞത്. അതെയാ? നിങ്ങളുടെ ഉമ്മ എവിടെ പോയടി? സുഖമില്ലാതെ കിടക്കണ കദീശ താത്താനെ കാണാൻ പോയതാ. നിങ്ങളുടെ നാത്തും ഉറുക്കിയ ഒരു കുട്ടിയും കൊണ്ട് ഇറങ്ങിപ്പോയിട്ട് നേരെ എത്രയെന്നറിയോ? ഓൾ അവിടെ എത്തിയോന്ന് വല്ല വിവരവും കിട്ടിയോ? ആരും ഉന്തിത്തള്ളി വിട്ടോന്നല്ലോ, സ്വയം ഇറങ്ങി പോയതല്ലേ. അത്രയ്ക്ക് ബേജാറാണെങ്കി ഉപ്പക്ക് കൊപ്രാജിന്റെ പെരെ ചെന്നൊന്ന് അന്വേഷിച്ചൂടായിരുന്നു? അത് തന്നെ. ഓക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അല്ലെങ്കിൽ തന്നെ ഇറങ്ങി പോകുമ്പോ ഞമ്മളെന്തോ ഓളോട് ചെയ്തത്? കാര്യം പറഞ്ഞു, അത് തന്നെ. നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചോളി. എന്നിട്ട് വേണം ഓളെ ബാപ്പാന്റെ വായിൽ കിടന്നത് കേൾക്കാൻ. അയാൾ ചോദിക്കുന്നതിന് ഞാനത് ഉത്തരം പറയും. എന്നാ പിന്നെ മിണ്ടാട്ടോടെടുത്ത് കുത്തിരുന്നോളി. നിങ്ങൾക്കാണ് അങ്ങനെ വരുന്നെങ്കിൽ ഇങ്ങക്ക് സമാധാനം കിട്ടോ? അതിന് ഞാനങ്ങനെ ഇറങ്ങിപ്പോന്ന് തോന്നുന്നല്ലോ. ഓൾക്ക് നിൽക്കക്കളിയില്ലാണ്ട് ഇറങ്ങിപ്പോയതാ. ബഷീർ എപ്പോഴെങ്കിലും ഇത് അറിയാണ്ടിരിക്കൂല. അപ്പോ ചോദിക്കുന്ന വാക്കിനെ ഞാൻ എന്ത് മറുപടി പറയുന്നു ഓർക്ക. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഓളെ തോന്നിയാസങ്ങള് കൊറച്ചങ്ങട് പറയുമ്പോ ഓ മിണ്ടാണ്ടിരുന്നോളൂ. ഓൾ എന്ത് തോന്നിയാസം കാണിച്ചു എന്നാ ഈ പറയണത്? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓൾ ഇവിടെ വന്ന് കേറിയപ്പോ തുടങ്ങിയതായി പോരെ. ഇത് അത്ര നല്ലതല്ലെന്ന് പല പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞതാ. പാവം, ഓളെല്ലാം സഹിച്ച് ഈ മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞതാ. ഓ, ഉപ്പാന്റെ ഒരു പൊന്നാര മരുവോള്. എന്തായാലും എന്റെ അനിയൻ ബഷീർ വരുമ്പോ ഓൾ ഇവിടെ ഉണ്ടായാ പറ്റൂലെന്ന് നിരീക്ഷിച്ചിട്ട് തന്നെയാ ഓളെ ഞാൻ കുത്തിപ്പായിച്ചത്. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്റെ പുയ്യാപ്പട ചെറുതൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. അതും ഇക്കാക്ക കൊണ്ടുവരും കൂടി ഓതി വെക്കാൻ. ഓൾ ഇവിടെ ഉണ്ടെങ്കിൽ നടക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. കഷ്ടം, എനിക്ക് അത്രക്ക് അങ്ങട്ട് വിചാരം പോയില്ല. അതിന് ഉപ്പ എന്തിനാ സങ്കടപ്പെടുന്നത്? എടീ, ഗൾഫിൽ കിടന്ന് 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ തിരിച്ചു വരുമ്പോ ഓന്റെ കെട്ടുകളുടെയും കുട്ടിന്റെയും സന്തോഷം കാണാനുള്ള മോഹമായിരിക്കും മനസ്സില്. എല്ലാരും കൂടി അതങ്ങോട്ട് നശിപ്പിച്ചു. അതെ, ഉമ്മാന്റെ പെങ്ങന്മാരെ സന്തോഷം കണ്ടിട്ട് മതി ബാക്കി. മനസ്സിൽ ഇബ്ലീസിനെ ചുമന്ന് നടക്കണ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെയായി. എല്ലാവരുടെ പ്രശ്നങ്ങൾക്ക് മണ്ടി നടക്കുന്നതിന്റെ ഇടയില് സ്വന്തം മോളെ കാര്യം മറന്നോ? അല്ല, അത് പിന്നെ ഓന്റെ ബാപ്പ അസൻഖാന്റെ നിലപാടെന്താ? ഉപ്പ എല്ലാം കണ്ടും കേട്ടും കഴിയാന്നല്ലാതെ ഒന്നും മിണ്ടൂല. എന്റെ ഭാഗത്ത് നിന്ന് ഉപ്പ എന്തെങ്കിലും പറഞ്ഞ ഉമ്മ ചീത്ത വിളിക്കും. ആനക്കെന്നാ പുറത്തിറങ്ങി ബൂത്തിന്ന് പുയ്യാപ്പിളക്ക് ഫോൺ ചെയ്തൂടേനോ? അതാണ് ഞാനും ചോദിക്കണത്. ഇങ്ങനൊക്കെ ആയിട്ടും ഇതെന്താ ചെയ്യാഞ്ഞേ? ഉപ്പ, ബഷീർ ഖാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഒരുപാട് സ്നേഹം മനസ്സിലുള്ള ആളാ. വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളാന്ന് അറിയുമ്പോ ദുബായിൽ കഷ്ടപ്പെടുന്നവരുടെ മനസ്സ് നോവൂലേ? അതുകൊണ്ടാ ഞാനതൊന്നും ചെയ്യാത്തെ. ഇത്രയ്ക്ക് അടുത്തുള്ള ഉപ്പാനെ ഉമ്മാനെ ഒരു കാര്യം അറിയിക്കാത്ത ആളാ ദുബായിക്ക് വിളിച്ച് ഇതൊക്കെ പറയണത്. നിങ്ങൾക്ക് എന്തായിപ്പോയി മനുഷ്യ? എന്തെന്നായാലും ഓരോരു പാഠം പഠിപ്പിച്ചില്ല ശരിയാവില്ല. അല്ലോ പാപ്പ, നിങ്ങൾ ആ പെരയിലേക്ക് ചെന്ന് പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ. എന്താ എനക്കിത്ര പേടി? പേടിയൊന്നും ഉണ്ടായിട്ടല്ല വല്യമ്മ. എന്നെ വെറും കൈയോടൊന്നുമല്ലല്ലോ അങ്ങോട്ട് അയച്ചേ. അത് തന്നെ, അതാണ് ചോദിക്കേണ്ടത്. എന്റെ മോള് സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയാണെന്നല്ലേ നമ്മള് വിചാരിച്ചേ. എന്തായാലും ഓരോട് കാര്യങ്ങൾ ചോദിച്ചാലേ ശരിയാവൂ. അനക്ക് പറ്റൂലെങ്കിലേ ഞമ്മള് പോകാം. എന്താ എന്റെ നിലപാട്? ഇപ്പൊ നമ്മൾ ചോദിക്കാനും പറയാനൊന്നും പോണ്ട. അതിനൊക്കെ ഞാനൊരു വഴി കാണുന്നുണ്ട്. ഉസ്താദിനെ കണ്ടൊന്ന് ചോദിക്കാനും ഉണ്ട്.
ആട്ടെ, ബഷീർ എന്നൊക്കെ വരാന്ന് പറഞ്ഞ്? ഈ 18-ാം തീയതി. അപ്പം ഇന്ന് 10-ാം തീയതി, ഇന്ന് തൊട്ട് 8-ാം പക്കം, അതുവരെ എന്റെ മോള് സന്തോഷമായിട്ട് ഇവിടെ കഴി. ആ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ തിരക്കിട്ട് പോന്നത്. നിങ്ങളോട് പറയാൻ നമ്മൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വീട്ടിലുള്ളവരോ നിലവിട്ട് പെരുമാറിയ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളെ വീട്ടിലുള്ളവരെ നിലക്ക് നിർത്താൻ കഴിയാഞ്ഞിട്ടല്ലേ, ഓല് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടല്ലേ എന്റെ മോളിയും കുട്ടിനെയും അവിടുന്ന് പറഞ്ഞയച്ച്. എന്നിട്ടോ ഓള് വീട്ടിലെത്തിയോ വേറെ എവിടെങ്കിലും പോയോന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ? വെറും കൈയോടെ നിങ്ങളെ മോന്റെ കൂടെ പറഞ്ഞയച്ചല്ല ഞാനോളെ. കൈ നിറയെ പൊന്നും പണ്ടൊക്കെ കൊടുത്ത് മാന്യമായിട്ട് തന്നെയാണ് ഞാൻ ഓളെ അയച്ചത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്റെ മോൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി അവിടെ കൈയായിരുന്നു. നിങ്ങൾക്കൂല 2 പെൺമക്കള്. അതിനെങ്ങനെ അവരെ മനസ്സിൽ ഇബിലീസ് കിടന്ന് കളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? ഒക്കെ എന്റെ കുറ്റാണ് എനിക്കറിയാം. വീട്ടിൽ കലഹുണ്ടാകേണ്ടത് എഴുതി ഞാൻ ഒതുങ്ങി കഴിയാണ്. നിങ്ങളുടെ കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ ഉപ്പാന്റെ വിഷമം ഒക്കെ ഓർക്കറിയാം. എന്തായാലും ബഷീറുണ്ട്. ഞാനൊക്കെ ഓരോ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുക. ഇല്ലെങ്കിൽ പടച്ചോൻ എന്നോട് കൊടുക്കൂല. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങളെ മനസ്സ് നമുക്കറിയാം. എന്റെ വീട്ടിലായതുകൊണ്ട് ഒരു പൊട്ടും പൊടി പുറത്തറിയില്ല. നിങ്ങൾ സമാധാനിക്കും. ബഷീർ വരട്ടെ. ഓൻ ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരാശ്വാസത്തിന് വരില്ലേ നാട്ടിലേക്ക്. പോരുന്നതിന് മുമ്പ് ഇതൊന്നും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളായിട്ട് പറയും വേണ്ട. എന്റെ മനസ്സിന് ഒരു സമാധാനമില്ലാഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. വൈകുന്തോറും എനിക്ക് വാശി കൂടിയുള്ളൂ. ഇത് നമ്മളല്ലാണ്ട് മറ്റാരും അറിയണ്ടാതെ കരുതിയ വർത്താനം ഇവിടുന്ന് ആവാതെ നിരീച്ചത്. അത് നന്നായി. പടച്ചോൻ വലിയോനല്ലേ, സമാധാനിക്ക്. കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നമുക്ക് ശരിയാക്കാന്ന്. ആട്ടെ, നമുക്കൊരു സുലൈമാനി അടിച്ചാലോ? ആ മമ്മി, 2 സുലൈമാനി ഇങ്ങോട്ട് എടുക്ക്. അല്ലാ, റുക്കിയാന്റെ അടുക്കളയിലെ പണി കഴിഞ്ഞില്ലേ? ഇത്താത്ത പാത്രങ്ങളൊക്കെ കഴുകുക. ഓളൊരു കാര്യം, ഓളെന്താപ്പ അവിടെ വന്നുകൂടിയെന്ന് നാളെ മറ്റന്നാൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും. ഓള അമ്മായിയമ്മേന്റെ മേലെ ജിന്ന് കൂടിയത് തന്നെയാ, ബെടക്ക് ജിന്ന്. അതുകൊണ്ട് ഓളിന്റെ കുട്ടീനോട് ഇങ്ങനെയൊക്കെ കാണിക്കണത്. ജിന്നുകള് നല്ലതും ഇടക്കൊക്കെ ഉണ്ട് ബല്ലമ്മ. എന്ത് ചോദ്യായി ചോദിക്കണത്? ഞാനിതൊക്കെ എത്ര വട്ടം പറഞ്ഞെന്താണക്ക്. പിന്നെ ഞമ്മളെ മമ്മുഞ്ഞിന്റെ കെട്ടിയോളെ മേല് കൂടിയത് നല്ല ജിന്ന. അതുകൊണ്ടാണല്ലോ ആൾക്കാർ അവിടെ കാണാനും മന്ത്രിച്ചൂതാനും ഒക്കെ വരുന്നത്. എന്താ അവിടത്തെ ഒരു തിരക്ക്! മഷിട്ട് നോക്കി ഒരു കാര്യം പറഞ്ഞ അത് കീർത്തിയ. എന്നാ മമ്മൂഞ്ഞിക്കാന്റെ പെണ്ണുങ്ങളെ വരുത്തി റുക്കിയത്തന്റെ അമ്മായിമ്മയുടെ ബെടക്ക് ജിന്നിനെ നമുക്ക് ഒഴിപ്പിച്ചൂടെ? ഞാനും അത് ആലോചിക്കായല്ല, ഞമ്മക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നല്ല ചേലായി. വല്യമ്മതും പറഞ്ഞ് നിങ്ങളമ്മോൻ കൊപ്രാജിന്റെ അടുത്ത് ചെന്നാ ഉമ്മാന്റെ മോൻ ഈ വല്യമ്മാനെ കുന്തിരിക്കട്ട് പോകും. ഈ തമാശയാക്കൊന്നും വേണ്ട, അതൊക്കെ നടക്കണതാ. എന്റെ ഈ പ്രായത്തിലിടയ്ക്ക് ഞമ്മളിതൊക്കെ എത്ര കണ്ടതാ. ഈ കിടക്കാൻ നോക്ക്. ജിന്നകളെ പറ്റി രാത്രി പറയാൻ പാടില്ല. പഠിച്ചോനെ കാത്തോളണേ. അല്ലാ,
ഈ എന്താ മജീദ് ഇവിടെക്കണ്? ഉറുമി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. ഓനെ കൊണ്ടൊന്ന് വെല്ലങ്ങാടി വരെ പോണം. ആ ഞാൻ വിചാരിച്ചു ബൈക്കിന് എന്തേലും പറ്റിയെന്ന്. അങ്ങനൊന്നുമില്ല. ഈ ഇന്ന് കുപ്പരകളത്ത് പോകില്ലേ? പോണം. എന്നാ ഞാൻ പോട്ടെ. സ്റ്റാർട്ട് ആവണില്ലത്. പെട്രോൾ കഴിഞ്ഞോ അതും അറിയില്ല. ആ ജമീലേ, ഇങ്ങളെന്താ ഇവിടെ നിക്കുന്നേ? എന്താ മമ്മിക്ക? മജീദിനെ അവിടെ കണ്ടപ്പോ എന്താ ചോദിക്കേ? ഓ അത്രേ ഉള്ളോ? എന്താ മജീദ് ഇവിടെ? ഞാൻ ഉറുമിയെ കാത്ത് നിൽക്കായിരുന്നു. ഹോ രക്ഷപ്പെട്ടു. നിങ്ങൾ എന്നെ കോളേജിലാക്കി തരൂ മജീദ്, നേരം വൈകി. അല്ല അപ്പൊ ഉറുമി വന്നാലോ? ഉറുമിക്ക് ഒരു മൂളിപ്പാട്ടും പാടി ഇവിടെ നിന്നോളും. അപ്പോഴേക്കും എന്നെ കോളേജിൽ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ശരി, എന്നാ ഞാൻ പോട്ടെ. നിന്റെ ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ എടുത്ത്. അതെ, കൊപ്രാജിന്റെ മോളാ ഞാൻ. പിന്നെ ബുദ്ധിയില്ലാണ്ടിരിക്കോ? അത് ശരിയാ. ഇന്നെന്താ ഒരു പുതിയ പ്ലേന്റെ വേഷത്തില്? ഇനിയിപ്പൊ ചിലരുടെ മുന്നിലൊക്കെ പുതിയ പ്ലേ നടന്നല്ലേ പറ്റൂ. ഓ അങ്ങനെ. വാ കേറ്. ഉമ്മ അനക്കെന്താ മജീദേ വല്ലാത്തൊരു സന്തോഷം? അങ്ങനൊന്നുമില്ലമ്മ. എന്തായാലും ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കണ്. ആനക്കിപ്പൊ മൊഞ്ചു കൂട്ടാനൊക്കെ ഒരു തിരക്ക്. അത് ഉമ്മാക്ക് തോന്നുന്നതാ. എനിക്കല്ലേലും മൊഞ്ചിന് എന്താ ഒരു കുറവ്? ഓ എന്റെ മോന് മൊഞ്ചിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും മാമാന്റെ കൊപ്പരക്കളത്തില് പണിക്ക് പോയതിന്റെ ശേഷം മോൻ നല്ലോണം കറുത്തു പോയിക്കണ്. അത് ഉമ്മാക്ക് തോന്നുന്നതാ. ഇഷ്ടണ്ടായിട്ടല്ല നിന്നെ കൊപ്പരക്കളത്തില് പണിക്ക് പറഞ്ഞയക്കണത്. അന്റെ ഉപ്പ എത്ര പ്രാവശ്യം അന്നെ ദുബായിലേക്ക് വിളിക്കണത്? പോവില്ലച്ച എന്താ ചെയ്യാ? എന്റെ ഉമ്മ എത്രയോ തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദുബായിലേക്ക് പോണ കാര്യം എന്നോട് പറയണ്ടെന്ന്. പോണില്ലേ പോണ്ട, അത്ര തന്നെ. എനിക്ക് ആവശ്യത്തിനുള്ള കാശ് ഉപ്പ ദുബായിന്ന് അയച്ചിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യം വന്ന കൊപ്പരാജയായ എന്റെ മാമൻ തരുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. മാമാക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായ. മാമയുടെ അടുത്ത് എന്റെ ഇമേജ് നിലനിർത്തേണ്ടത് എന്റെയും കൂടെ ആവശ്യല്ലേ? എന്നാലല്ലേ കാര്യം നടക്കൂ. എന്ത് കാര്യം? പല കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നു പറഞ്ഞതാ. പിന്നെ എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. എന്താ ഉമ്മ? ജമീലാന്റെ നിക്കാഹിനുള്ള ഒരുക്കങ്ങളിലാണ് മാമ. പിയാപ്ലി ആവാനുള്ള ആള് അടുത്ത ദിവസം വരുന്നുണ്ട്. ഈ ഇനി ജമീലാന്റെ കൂടെയുള്ള പോക്കൊക്കെ ഒന്ന് നിർത്തണം. അതെന്തോ അങ്ങനെ? ഓൾ എന്റെ മുറപ്പെണ്ണാണെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. നീ ഇപ്പം കളിയും ചിരിയൊക്കെ ആയിട്ട് നടന്നാ ആരെങ്കിലും എന്തേലും പറഞ്ഞുണ്ടാക്കും. മാമയ്ക്ക് അതത്ര ഇഷ്ടാവൊന്നും തോന്നുന്നില്ല. ഓള് നീയുക്കാക്കി അനുസൃത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കില് കാണുന്നവരൊക്കെ നീ ഏഷണി ഉണ്ടാക്കിയാലോ? അത് മതി പിന്നെ കെട്ടാൻ പോണ കുഞ്ഞോന്റെ പെരക്കാർക്ക്. പൊല്ലാപ്പിന് പിന്നെന്തേലും വേണോ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പൂവിതളല്ലേ ഫാസില തേൻമൊഴി. എന്താ മജീദ് കൊപ്പരിക്ക് ബലിടിഞ്ഞ? എന്റെ മനസ്സാ ഇടിഞ്ഞത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? മാമ ജമീലാന്റെ നിക്കാഹ് ആലോചിച്ചു തുടങ്ങിയത് നീ അറിഞ്ഞില്ലേ? അത് ഞാൻ അറിഞ്ഞു. അതിന് ഈ ഇപ്പോഴെങ്ങനെ ടെൻഷൻ അടിക്കണം? നിനക്ക് മനസ്സിലാവില്ല എന്റെ വിഷമം. എടാ മജീദ്, ജമീലാനെ കിട്ടിക്ക് ഹാജിക്ക് വിചാരിക്കുന്ന ആള് നാട്ടിലെത്താൻ 3 ആഴ്ചണ്ട്. പിന്നെ പെണ്ണ് കാണല്, വളയിടല്, കത്തടിക്കല്, ക്ഷണിക്കല്, പൊന്നും പണ്ടെടുക്കല്, ഇതിനൊക്കെ എത്ര സമയം കിടക്കണ്? ഇപ്പളേ ഇങ്ങനെ മനസ്സ് വെളിച്ചിനിട്ട് പൊരിക്കല്ല എന്റെ മുത്തേ. അയാളെ ഇഷ്ടമല്ലാന്ന് ജമീൽ ഒരൊറ്റ വാക്ക് പറഞ്ഞ കാര്യം തീർന്നില്ലേ? ഉപ്പാന്റെ പുന്നാര മോള് ജമീല ഉപ്പാന്റെ മുഖത്ത് നോക്കി അത് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല അനക്ക് ജമീലന്റെ വിശ്വാസമില്ല? അതുണ്ട്. അല്ല ഇങ്ങനെ കരളിന്റെ കരളായിട്ട് ഓളെ സ്നേഹിക്കുന്ന വിവരം ഓളെ അറിയില്ല? ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കളിച്ചു വളർന്നല്ലേ. കുട്ടിക്കാലം തൊട്ടേ എനിക്കിഷ്ടം അവളെ. ഓക്കെ ഇന്നെ ഇപ്പൊ എന്നോടുള്ള ഇഷ്ടം എങ്ങനെയുള്ളതാന്ന്
വേർതിരിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. എടാ മജീദ്, ഞമ്മള് ഹാജിക്കാന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേങ്കില് ഇക്കാര്യത്തിൽ ഞാൻ എന്റെ സൈഡാണ്. ഞാനൊരു ഹംസായി ചെന്നിട്ട് ആദ്യം ജമീലന്റെ മനസ്സിലുള്ളത് മുഴുവൻ മാന്തി വലിച്ച് പുറത്തെടുക്കട്ടെ. അത് കഴിഞ്ഞ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് നമുക്ക് കൂടി ആലോചിക്കാം. ഈ വെറുതെ ബേജാറാണ്, നല്ല ഉഷാറായിട്ട് നിൽക്ക്. മാമന്റെ കാര്യം അറിയാലോ നിനക്ക്. മൂപ്പരൊന്ന് വിചാരിച്ചാ അത് നടത്തിയിരിക്കും. എന്നാ മരോ മാമനെ കടത്തി വെട്ടണം. അതിനുള്ള ബയ്യാണ് ഞമ്മള് കൂടി ആലോചിച്ച് കണ്ടെത്തുന്നുണ്ട്. ഞാൻ പോട്ടെ. ഇങ്ങക്കെന്താ ഒരു ടെൻഷൻ? മമ്മി, നമ്മള് വലിയർമ്മത്തെ പോരല്ലേ, അതൊന്ന് അടിച്ചു താഴ്ത്തി വൃത്തിയാക്കി ഒന്ന് കുളൂസാക്കി വെക്കണം. അതെന്തിനാണ്? ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി എടുക്കണം. അതിനെന്തെല്ലാം ചെലവരും അതൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കി എടുത്താളാ പുത്തം പോലെ ഇരിക്കണം. ആയിക്കോട്ടെ. എപ്പോഴാ വരാന്ന് കാത്തു കഴിയുന്നു ഞാൻ. വിമാനത്താവളത്തില് എന്നെയും മോനെ കാണുന്നു വിചാരിച്ചല്ലേ ബഷീർക്ക് വരാ. ഓൻ വരുമ്പോ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയല്ലേ ഓലിതൊക്കെ ഒപ്പിച്ചത്. അനക്കങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ഉപ്പാനോട് പറഞ്ഞാ പോരെ. ഈ കരയാണ്ടിരിക്കേ. എന്തായാലും ഉപ്പ വരട്ടെ, എന്നിട്ട് തീരുമാനിക്ക അന്റെ പുയ്യാപ്പിളനെ വിളിക്കാൻ പോണോ വേണ്ടേന്ന്. വീട്ടിൽ നിന്ന് പോന്നതും അവിടെ നിന്നുണ്ടായ പ്രശ്നങ്ങളും എന്താ വിളിച്ച് പറഞ്ഞില്ലാന്ന് ചോദിച്ചാ എന്താ ഞാൻ പറയാ? അതൊന്നും ഈ പറയേണ്ടി വരൂല. അതിനു മുൻപ് കള്ളക്കഥകൾ മുഴുവൻ കെട്ടിച്ചമച്ച് അന്റെ നാത്തൂമാര് പറഞ്ഞിട്ടുണ്ടാവും. മാപ്പനെ വിളിക്കാൻ നമ്മള് പോണില്ലേ? ഇത് കേട്ടില്ല ഉമ്മ. ഞാൻ എന്താ ഇവനോട് പറയാ? എത്ര മണിക്കാണ് വിമാനം വന്നിറങ്ങുക? നാളെ 2 മണിക്കാണ് വിമാനം വന്നിറങ്ങുന്നത്. എന്നാ പിന്നെ സമയം കളയണ്ട, വിളിക്കടി പാനെ. ഓന്റെ ഉമ്മയും നാത്തൂമാരും എത്തുന്നതിന് മുമ്പ് ഞമ്മക്ക് വിമാനത്താവളത്തിൽ എത്തണം. വിളിക്കടി പോണ്. ഞമ്മക്ക് ഇപ്പൊ തന്നെ അവിടെ പോയി കുത്തിരിക്കണം. അതിന് നാളെ ഉച്ചയ്ക്കാണ് വല്യമ്മ ബഷീർക്ക് വരുന്നത്. അതിന് ഈ പാതിരാക്ക് പോയി കുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ വേണ്ട, നാളെ സുബൈ നിസ്കരിച്ച അന്നേരം തന്നെ ഞമ്മക്ക് പോണം. ആ പറഞ്ഞോ, ഞാൻ കേക്കണ്ടേ. പറഞ്ഞോടെ മമ്മി. ബഷീറിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ബഹളം വെക്കെ. നീ അതൊന്നും കാര്യമാക്കണ്ട, നീ അടിച്ചു വിട്ടോ. ആ ടെപ്പ് എവിടെ എത്തി? ബഷീറിന്റെ വീടൊക്കെ കഴിഞ്ഞോ? ഓക്കെ, ശരി ശരി ശരി. ഓ മാമ ഒക്കെ റെഡിയാണ്. നേരോ, എന്നാ ഒലിപ്പെത്തും. ആ വാ. ഇറങ്ങ്. എവിടെയാണോ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്റെ പെണ്ണുങ്ങളെ വീടിന്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോ മുതലേ ഞാൻ പറഞ്ഞതാ വഴി തെറ്റിന്ന്. വഴിയൊന്നും തെറ്റിയിട്ടില്ല. പുയ്യാപ്പിളനോട് എത്തിക്കണം ആജു പറഞ്ഞു, നമ്മളത് ചെയ്തു. ബാക്കിയെല്ലാം ആജു പറയും. സിദ്ദിഖ, ഓനൊരു നടക്കൊന്നും വിടരുത്. ഇതോ കൽപ്പിച്ചോടി ചെയ്തതാ. അപ്പൊ നീ ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നല്ലേ? തട്ട് മുട്ടൊന്നും ചെയ്തിട്ടില്ല, കൂട്ടിക്കൊണ്ടുവന്നുള്ള സത്യം. അത്രേ ഉള്ളൂ. തട്ടുമുട്ടുമാണെങ്കിലേ ഞങ്ങടെ തുടങ്ങാം. കുറച്ചായേ തട്ടിയിട്ട് മുട്ടിട്ടൊക്കെ. എന്തേ? അതെ, വേണ്ട. നല്ലൊരു ദിവസമായിട്ട് ഒന്നും നല്ലൊന്നും വേണ്ട. എല്ലാരും ഇങ്ങോട്ട് കേറിക്കോളി. അതിനു മുമ്പ് എനിക്ക് എന്റെ പിയ്യാപ്പളിനോട് 2 വാക്ക് പറയാനുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്ന ഒരു എത്തും പിടിയും കിട്ടാണ്ട് നിൽക്കല്ലേ നീ? ഇത് നമ്മളൊരു തമാശ ഒപ്പിച്ചതാ. തമാശയില് കാര്യമുണ്ടെന്ന് വെച്ചോ, ഇവിടെ കേറിക്കോളി. അതിനിപ്പോ ആരുടെ വീടാന്ന് കരുതിയാ ഞങ്ങൾ കയറുന്നത്? കാര്യം അറിഞ്ഞിട്ട് മതി കേരളം ഇറങ്ങലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കാര്യം അറിയണം, അത്രല്ലേ വേണ്ടു. അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ നടന്നെന്നുള്ളത് എന്റെ മോളെ പിയ്യാപ്പളെന്ന് അറിയണം. അത് നിങ്ങളൊക്കെ തന്നെ ഓനൊന്ന് പറഞ്ഞു കൊടുക്കേ. ആർക്കൊന്നും പറയാനില്ലേ? എന്നാലൊക്കെ വയ്യാലെ മനസ്സിലായിക്കോളും. 2-3 കൊല്ലം അറബ് രാജ്യത്ത് കഷ്ടപ്പെട്ടിട്ട്
കിട്ടിയതും പൊറിക്കിയതൊക്കെ ഓൻ നാട്ടിലെത്തുമ്പോ കേൾക്കണത് എന്താണെന്നറിയോ? ഓന്റെ കെട്ടുകളും കുട്ടികളും സ്വന്തം ഇഷ്ടത്തിന് വീട്ടിലേക്ക് പോയിരുന്നു. പിന്നെ ഓളെ കുറ്റും കുറവും തന്നെയാണ് വലിയ ചെവിയിലെത്തുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതും കഴിഞ്ഞൊക്കെ പോട്ടെ. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ടുള്ള കാര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ബഷീറെ, നീ ലീവ് കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോകുന്നത് വരെ നിനക്കും ഭാര്യക്കും കുട്ടികൾക്കും സുഖമായി താമസിക്കാനുള്ള വീടാണിത്. ഇതിനൊരു ഔദാര്യമല്ല, നിനക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ ഇവിടെ നിങ്ങളെ സ്വൈരം കെടുത്താൻ ഒരാളും വരില്ല. എന്നാ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് കയറിക്കോളി. ചെല്ലി. ആ ബാപ്പയും പെങ്ങളും വരുന്നുണ്ട്, ഓലെന്നെ ചോദിക്കട്ടെ. ഉപ്പ, നിങ്ങളിത് കണ്ട എന്തൊക്കെ ഇവിടെ നടക്കണേ? ഞമ്മളോലിതാ ഇങ്ങോട്ടാ പിടിച്ചോടുന്നു. അക്ഷരം വേണ്ടി പോരുത്. ഇവളും കാറിൽ വെച്ച് കുറെ തുള്ളിയതാ. അപ്പ അനക്കിട്ടൊന്ന് തിരണമെന്ന് തിരിച്ചതാ. പടച്ചവനോർത്ത് നമ്മൾ മിണ്ടാതിരുന്നതാ. ആ ഇനി ബഷീർ റുക്കിയും താമസിക്കാൻ പോണത് ഇവിടെയാ. ഇത് ഹാജിയാരും ഞാനും തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ചതാ. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോകാം, അല്ലാത്തവർക്ക് അകത്തോട്ട് വരാം. അല്ലേ ആചാരേ? അപ്പൊ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. എന്നാ പിന്നെ വന്ന കാലിലേക്ക് അതങ്ങോട്ട് അകത്തോട്ട് കയറിയാട്ടെ. അവിടെ ഉസ്താദ് കാത്തിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് ചായ ഒക്കെ കുടിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലെങ്കിലും അപ്പഹാജി ചെയ്യണത് വളരെ നല്ല കാര്യങ്ങളാ. ഒരു മനുഷ്യന് പടച്ചോനാവാൻ കഴിയില്ലെങ്കിലും പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നടപ്പിൽ വരുത്താൻ കഴിയണം. അപ്പഹാജി ചെയ്യണോ അത് തന്നെയാ. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ഹാജി ചെയ്ത മാതൃക മറുനാട്ടിൽ ജോലി ചെയ്ത് കഴിയുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു പാഠമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പൊന്നും പണമൊന്നും വാരിക്കൊണ്ടുവരാനാവൂല. അതെല്ലാരും മനസ്സിലാക്കണം. പലരും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് പണവും മറ്റും അയക്കുന്നത്. ഓരോരുത്തരും നാട്ടിൽ വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ വീട്ടിൽ പറയാതെ ചിരിച്ചും കളിച്ചും സന്തോഷം കാണിച്ചും വീണ്ടും മരുഭൂമിയിലേക്ക് പോവുകയാണ് പതിവ്. ഗൾഫുകാർക്ക് അവരുടെ ലീവ് കാലത്തെങ്കിലും സമാധാനമായിട്ട് കഴിയാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇന്നിപ്പോ ചിലരുടെയൊക്കെ മനസ്സുകളിൽ വൈരാഗ്യവും പകയുമൊക്കെ പുറത്ത് കാണിക്കാതെ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹുവിന്റെ നാമത്തിൽ നാം മറക്കുകയും പൊറുക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അതേ പടച്ചോന് സ്വീകാര്യാവൂ. അള്ളാന്റെ കൃപ കാര്യങ്ങളൊക്കെ നേരായി വരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഹാജി, കുറച്ച് തിരക്കുണ്ട്. എനിക്ക് അത്യാവശ്യത്തിന് ഒന്ന് ഡൽഹി വരെ പോണം. അതിന്റെ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. ഭക്ഷണം കഴിക്കാതെ ഇവിടെ ആരും മോളെ പ്രശ്നമില്ല. ഉസ്താദ് ഇരിക്കേ, എല്ലാരും ഇരിക്കേ. മജീദെ വായിക്കണം മാമ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മൊയ്തീൻ ഇരിക്കേ. ഓ വല്ലാത്ത ചൂട്. ഫാനിന്റെ സ്പീഡ് ഒന്ന് കൂട്ടിക്കോട്ടെ. എന്ത് അന്നാരോ തല്ലാനായിട്ട് ഓടിച്ചോ? ഏയ് അമ്മാതിരി കല്യാണമൊന്നും നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ലാന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വിയർക്കണേ? ആ ഉടനെ ഞമ്മക്കൊരു പെണ്ണ് വേണം. നീയല്ല പറഞ്ഞ 2-3 കെട്ടണേ നമ്മൾ എതിരാന്ന്. പടച്ചോനെ, ഇത് ഞമ്മക്കല്ലാന്ന്. പിന്നെ ദുബായിൽ നിന്ന് മിഞ്ഞാന്നൊരു ചെക്കൻ വന്നിരിക്കണ. കയ്യിൽ ഇഷ്ടം പോലെ കാശും. ഉടനെ ഒരു പെണ്ണ് കിട്ടണം. നാട്ടിലെമ്പാടും പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ ഇതിനാണോ അത്ര വലിയ പ്രയാസം? 2ാം കെട്ടാ. ആദ്യത്തേനെ മൊഴി ചൊല്ലിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ എന്തിനാണ് ഓളെ മൊയ്യല്ലേ? പെൺകുട്ടി അത്ര മോശമായിരുന്നോ? ഏയ് നല്ല പെൺകുട്ടി. ലേശം നേരം കുറവുണ്ടെന്നേ ഉള്ളൂ. ആ ഇതിനൊക്കെ കാരണം കേബേജ് അരിഞ്ഞതാ. മുട്ടക്കോസില്ലേ, അതരിഞ്ഞതാ കേസ്. മുട്ടക്കൂസ് അരിഞ്ഞതോ? നമ്മൾ ആദ്യമായിട്ട് കേൾക്കാണ് ഇമാതിരി ഒരു കേസ്. ഓള് മുട്ടക്കൂസ് അരിഞ്ഞോണ്ടിരിക്കുമ്പോഴേ ചെക്കന്റെ പെങ്ങടെ കുട്ടി വന്ന് വികൃതി കാട്ടിയത്ര. കുട്ടികളല്ലേ, ചില കുട്ടികൾ പറയിപ്പിക്കും. അതൊക്കെ ഇപ്പൊ ഇത്ര പ്രശ്നമാക്കിയാലോ? വല്ലാണ്ട് ദേഷ്യം പിടിച്ചപ്പം ഓളെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ഒരു തട്ട്. എന്നിട്ടെന്താ, നല്ല മൂർച്ചയുള്ള കത്തിയല്ലേ. കുട്ടിയുടെ കൈ മുറിഞ്ഞ്. പിന്നെ പറയാനില്ല, നാത്തൂനും ഉമ്മയൊക്കെ വന്ന് കുട്ടിയെ ആസ്പത്രി കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടി കൊണ്ടുവന്നു. പിന്നീട് ഒരു ലഹളയാ, ലഹളയോട് ലഹള. നാത്തൂനും അമ്മായിയും കൂടി ആ പെണ്ണിനെ ബിരിയാണി ആക്കിയിട്ടുണ്ടാവും. നല്ല സ്നേഹമുള്ള അമ്മായിമ്മ, അത്രയും കൂടി സ്നേഹമുള്ള നാത്തൂനും. പിന്നെ വീട്ടിലെല്ലാരും കൂടി അവളെ കൊന്നു വെച്ചോ.
പെൺകുട്ടി കുറെ അങ്ങോട്ട് പൊരുതി നിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോ ഓള് ബാപ്പാനെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് പോയി. ചുരുക്കത്തിൽ ഓള് രക്ഷപ്പെട്ടു എന്നർത്ഥം. കഴിഞ്ഞില്ല കഥ. കാര്യങ്ങൾ ഏച്ചുകെട്ടി ഗൾഫിലുള്ള ചെക്കനോട് വിളിച്ചു പറഞ്ഞപ്പോ ഓനെന്ത് പറഞ്ഞെന്നോ? ഓനോളെ മുയ്യല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നേ. ഏയ്, ഉമ്മാനോട് ഓള് വന്ന് മാപ്പ് പറയാച്ചാലേ മൊഴി ചൊല്ലാതെ കാര്യം കഴിക്കാന്നാണ് ഓൻ പറഞ്ഞിരിക്കണം. പക്ഷെ പെൺകുട്ടി തെല്ലിട്ട് സമ്മതിച്ചില്ല. മാപ്പ് പറയണ പ്രശ്നമില്ലാന്ന്. അപ്പം പിന്നെ മൊഴി ചൊല്ലാതിരിക്കാൻ പറ്റുമോ? ചൊല്ലി. അപ്പം പിന്നെ ഓൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പോണേന് മുമ്പ് ഓനൊരു പെണ്ണ് വേണം, നല്ല മൊഞ്ചുള്ളൊരു പെണ്ണ്, 50 പവൻ പണ്ടം. അതാണ് ഡിമാൻഡ്. ഇക്കാലത്ത് തോന്നുന്നു ഡിമാൻഡ് അല്ല മൊയ്തീനെ. പക്ഷെ കുണ്ടുങ്ങൽ പഞ്ചായത്ത് വിട്ട് കളിച്ചാൽ മതി. അതെന്താ ചേരെ? കുണ്ടുങ്ങൽ പഞ്ചായത്ത് ആകുമ്പോൾ നമ്മൾ എന്ന് പഞ്ചായത്ത് പറയേണ്ടി വരും. ഓൻ കിട്ടണ പെണ്ണ് ഇനിയും കേവേജ് അരിയില്ലാന്നും കുട്ടിയെന്ന് കച്ചറ ഉണ്ടാക്കൂലെന്നും പറയാൻ പറ്റൂല്ലോ. ആ, അത് ശരിയാ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് എടുക്കുക. ആയിക്കോട്ടെ. നമ്മളെ മൂത്ത മോളെ പിയാപ്പിള വന്നിട്ടുണ്ട്. മൂപ്പൊരു ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് നമ്മൾ ജമീലാന്റെ നിക്കാഹ് നടത്തണം. നമ്മളെ സീതിക്കാന്റെ മൂല കാര്യം എന്ന് പറയുന്നത് അത് പറയാൻ എന്തിരിക്കണെന്ന്. ചെക്കൻ പെരയില് കാല് കുത്തിയാൽ ഉടൻ തന്നെ കാര്യങ്ങൾ നീക്കാന്നല്ലേ സീതിക്ക പറഞ്ഞിട്ടുള്ളത്. എന്നാ പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ സീതിക്കാനും കണ്ട് കാര്യങ്ങളൊന്ന് സ്പീഡാക്ക്. എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ ഞമ്മളിറങ്ങട്ടെ. ചോളി. പിന്നെ രണ്ടാം ഘട്ടത്തിന്റെ തിരക്കിൽ നമ്മളെ കാര്യം വിട്ടോണ്ട. ആചാരം ദുരിയാവില് മറന്നിട്ട് ഞമ്മക്ക് മറ്റൊരു കാര്യമല്ല. ഹലോ, നമ്മളെ വരട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കൊപ്പരാജോ എളനീരാജിയാ? ഞാൻ കൊപ്പര എളനീരാജിയുടെ ഒന്നല്ല. എന്റെ അപ്പ ഹാജാണ്. അന്നെ പോലത്തെ ആളുകൾ വിളിച്ച് അപ്പ ഹാജിയാക്കി. ഇൻഷാ അല്ലാ അടുത്ത പോലെ നമ്മൾ പോവും, ഹാജിയാവും ചെയ്യും. നമ്മളെ മോളെ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ കേട്ടോ. നീ ഹാപ്പി ആയല്ലോ? വെച്ചാളെ. മജീദ്, 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 മജീ അല്ലോ ഇപ്പൊ തന്നെ ബീണീനു ആരും കണ്ടില്ല. മജീദേ, ഈ എവിടെ പോയി കിടക്കുക? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മഹയാ. ഇതെന്താ പരിപാടി? ടയറിന്റെ തൂക്കം നോക്കുക. ഇത് നിനക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലടാ. ഞാൻ തടിയൊന്ന് ഉറപ്പിക്കുക. അല്ല, ഇപ്പൊ എന്താ ഒരു ഉറപ്പിക്കല്? മാമാന്റെ ഗുണ്ടകളായിട്ട് ഒരു ഫൈറ്റ് വേണ്ടി വന്നാ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ? നിനക്കെന്താ ഒരു പരിഹാസം? കഷ്ടപ്പെട്ട് ശരീരം പെടക്കാക്കണ്ട. പെട്ടെന്ന് മസിൽ ഉണ്ടാക്കാൻ നോക്കിയാലേ ശരീരം മുഴുവൻ നീര് വരൂ. ഇപ്പൊ ഇവിടെ വേണ്ടത് ബുദ്ധിയാണ്. തടി കൊണ്ട് നടക്കാത്ത പലതും ബുദ്ധി കൊണ്ട് നടക്കും. ഓഹോ, എന്തായാലും തുടങ്ങിയത് മുടക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ ഒരു ഉസിരൊക്കെ വേണ്ടേ? അതിരിക്കട്ടെ, നീ എന്താണ് ഈ നേരത്തെ എന്നെ തിരക്കി വന്നത്? ഒന്നുമില്ല, ജമീല കോളേജിൽ പോകുന്ന വഴിക്ക് പിടിച്ചു നിർത്തി കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ പോവുക. പോരേന്ന് ഒരു കാര്യം നടക്കൂല. എന്താ നീ ചോദിക്കാൻ പോണത്? ഓക്ക് നിന്നോടുള്ള സ്നേഹം ഒരു ഇക്കാക്കാനോടുള്ളതാണോ അതോ ലൈല മജ്നുവിനോടുള്ളതാണോ? നീ ചോദിച്ച് കാര്യം കൊളാക്കരുത്, പറഞ്ഞേക്കാം. മോനെ മജീദേ, ഈ ഊർമി ഒരു കാര്യം ഏറ്റെടുത്താ വിജയിപ്പിച്ചിട്ട് തിരിച്ചു വരൂ. ഇൻഷാ അല്ലാ വന്നിട്ട് കാണാം. ജമീല, അവിടെ നിക്ക്, അവിടെ നിക്കേന്ന്. ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലോ, മനസ്സ് ഫ്രീ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനേ ഒരു പ്രധാന കാര്യം ചോദിക്കാൻ പോവാ. അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാൻ. എന്ത് കാര്യം? ഒരാളെ മനസ്സിലെ വിചാരങ്ങള് ഞമ്മക്ക് ഉള്ളിൽ കയറി നോക്കാൻ പറ്റൂലല്ലോ. അത് തുറന്ന് തന്നെ പറയണം. മനസ്സിലായോ? ആജിക്ക നിന്റെ നിക്കാഹ് ആലോചിച്ചു തുടങ്ങിയ മുതല് മജീദ് ആകെ ടെൻഷനിലാണ്. ഒന്നിലൊരു ശ്രദ്ധല്ല. ഉണക്കാനിട്ട കൊപ്പര മുഴുവനും കാക്ക തിന്നാണ്. കൊപ്പരക്കൂട്ടിലല്ല, ഓന്റെ ചങ്കിലാണ് ഇപ്പൊ തീ പോകുന്നത്. ഒന്ന് കാര്യം തെളിയിച്ചു പറ ഉറുമിക്ക. ഓനെ പറഞ്ഞിട്ട് കാര്യല്ല. സ്വന്തം മണവാട്ടിയായി കണ്ട പെണ്ണിനെ ബാപ്പ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ ആരാ വിഷമിക്കാണ്ടിരിക്കുക? ജീവന്റെ ജീവനായിട്ടാ മജീദ് എന്നെ കണ്ടത്. അന്നെ ദുബായ്ക്കാരൻ കുഞ്ഞോനെ നിക്കാഹ് കഴിച്ചു കൊണ്ടുപോയാല് ഓൻ പിന്നെ ജീവിച്ചിരിക്കൂല, ഉറപ്പാണ്. ഞാനിപ്പോ വന്നത് ഒരൊറ്റ കാര്യം അറിയാനാ. പറയ്. അനക്ക് മജീദിന് ഇഷ്ടാണോ? എന്താ മിണ്ടാത്തെ? അങ്ങനെ ചോദിച്ചാല്
നിങ്ങളെ വിശ്വസിക്കാവോ? കൊപ്പരക്കളത്തിൽ ഉണങ്ങിയ ഓരോ കൊപ്പരാണ് സത്യം. അനക്ക് ഉറുമിക്കന 100% വിശ്വസിക്കുക. അന്റെ ബാപ്പാണ് എന്നെ പോറ്റുന്നുള്ള സത്യം. പക്ഷേ മജീദിന്റെ ഉറ്റ ചങ്ങാതിയാണ് ഞാൻ. ഓന് വേണ്ടി എന്റെ ജീവൻ വരെ ഞാൻ കൊടുക്കും. അത് പിന്നെ മജീദ് ഖാന്റെ വായിന്ന് തന്നെ എന്നെ ഇഷ്ടാന്നുള്ള വാക്ക് കേൾക്കാൻ കാത്തിരിക്കുക ഞാൻ. അല്ല മതി, 14 രാവിലെ ഉദിച്ചിരിക്കണത്. മജീദ് തറഞ്ഞ സന്തോഷം കൊണ്ട് തലയും കുത്തി പറയും. പക്ഷേ അതിന്റെ ഇടയിൽ എന്തിനാ ഒരു പക്ഷേ? ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടൊരു നിക്കാഹ് എനിക്ക് സഹിക്കാൻ കഴിയൂല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ പേരുകെട്ട ഹാജിയുടെ മോള് ജമീല വാക്ക് തെറ്റിക്കുക, തീരുമാനിച്ച നിക്കാഹ് പറ്റൂലെന്ന് പറയാന്നൊക്കെ വെച്ചാല് എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല. മജീദ് ഖാൻ എനിക്ക് ജീവനാ. അത് മതി. അന്റെ കൽബിന്ന് വരുന്ന ഈ വാക്ക് കേൾക്കാനാ ഞാനിപ്പോ ഹംസായിട്ട് വന്നത്. ഇനി ഈ നടന്നു. ഞാൻ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് മജീദിനെ അറിയിക്കട്ടെ. വിട്ടോ വിട്ടോളി. 86, 87, 88, 90, 92. ഓക്കെ. 93, 2, 90, 92. അസ്സലാമലൈക്കും. വാലേക്കും സലാം. വിളിക്കാണ്ട് കാര്യം പറയടാ. നീ ചോദിച്ചോ? അവൾ എന്ത് പറഞ്ഞു? സംഗതി പോക്കാ മോനെ, ഈ അത് വിട്ടുകളാ. ഈ എന്താ വിചാരിച്ചേ? ഈ വിചാരിക്കും പോലെ ആപ്പ ഉപ്പ പെണ്ണെന്നല്ലോള്. ഒന്നുമില്ലെങ്കിൽ ഒരു തറവാട്ട് പിറന്ന കുട്ടിയല്ലോള്. പതുക്കെ മാറേ, മാമ അപ്പുറത്തുണ്ട്. ഇവിടെ മൂപ്പര പഞ്ചായത്തൊന്നും നടക്കൂല മോനെ. കാരണം എന്താന്നറിയോ? ഇല്ല. ജമീലാന്റെ കൽബിൽ മുഴുവൻ നീയാണ്. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്. മജീദ്ക്കില്ലാത്തൊരു ജീവിതമൊക്കെ വേണ്ടാന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബാപ്പാനെ വിഷമിപ്പിച്ചിട്ട് ഓൾ എന്റെ കൂടെ വരുമോ? ഞാൻ ഓളെയും കൊണ്ട് ഒളിച്ചോടി പോയാലോ? 100ാം ക്ലാസ് ഏമ്പോക്കിത്തരം പറയല്ല മജീദ്. ഇങ്ങനൊക്കെ പലരും ചെയ്തിട്ട് നാറിക്കുത്തിരിക്കുന്ന കാലായത്. ഇതൊന്നും അല്ലാത്തൊരു ഐഡിയ നമുക്ക് കണ്ടെത്തണം. എന്തേ? എന്തായാലും പെട്ടെന്ന് വേണം. ദുബായിന്ന് അടുത്താഴ്ച എത്തും. എത്തട്ടെ. അതിന്റെ മുമ്പ് ഞമ്മക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയ വരുന്ന ബാക്കി പിന്നെ പറയാം. ഞാൻ ഇറങ്ങട്ടെ. വാലേക്കും സലാം. മൊയ്തീനല്ലേ വരണേ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്നെ കൊണ്ടുവന്നോ? ബഷീർ വന്നിട്ട് കാണാൻ പറ്റില്ല ഇതുവരെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ആചാര്യ, നമ്മുടെ സീതിക്കന്റെ മോൻ കുഞ്ഞോൻ ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞ് ഇന്നലെ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നീക്കിട്ടു. ഓലിക്ക് കല്യാണം ഉടൻ വേണം തന്നെയാ. ഇവിടുന്ന് അങ്ങോട്ട് എപ്പോഴാ പോവാച്ചാല് അത് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം. അതിനെന്താ, നമുക്ക് പെട്ടെന്നേക്കാളാം. എന്താ ചെയ്യാ? നമുക്ക് മൂപ്പര് പോണതിന് കാര്യം നടക്കണ്ടേ ഉള്ളൂ. ഇടിപിടിച്ചിട്ടങ്ങ് നടത്തിക്കാളാ. ഇക്കാര്യം നമ്മൾ കുടുംബത്തോളം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ വിവരം അറിയിക്കാം. തന്നെയല്ല, നമുക്ക് ഉസ്താദായിട്ടൊന്ന് ആലോചിക്കണം. അതായിക്കോട്ടെ, അതതിന്റെ മട്ടും മാതിരിയൊക്കെ ആയിട്ട് മതി. എന്നാലേ ഞമ്മക്ക് ഇത്തിരി തിരക്കുണ്ട്. 2-3 വീട്ടിൽ പോവാണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. നമ്മള് സന്തോഷം. അപ്പൊ വെള്ളിയാഴ്ച ചുമറിട്ട് നമുക്ക് കാണാം. അപ്പൊ ഒക്കെ തീരുമാനിച്ചാളാ. എന്തേ? എന്നാ ശരി. പരശുവിന്റെ കൃപണ്ട് എല്ലാം ഭംഗിയായി കഴിയാം ഇൻഷാ അല്ലാഹ്. മോനെ പോട്ടെ. അപ്പൊ പിയാപ്പിളെ, നിങ്ങൾ റുക്കാനും കൂട്ടി വൈകുന്നേരം പുറലേക്ക് വരും. ആയിക്കോട്ടെ. ഈ നിക്കാഹ് പെട്ടെന്ന് നടത്താൻ കുഞ്ഞോന്റെ കൂട്ടർ തയ്യാറാണ്. സീതിക്കാനെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. ബഷീർ ലീവ് കഴിഞ്ഞ പോണതിന് മുമ്പ് നമുക്ക് ആ നിക്കാഹ് നടത്തണം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്തേ ബഷീറെ? ഓക്ക് കെട്ടുപ്രായമായതല്ലേ, അപ്പൊ അങ്ങ് നടത്താനല്ലേ. പിന്നെ ഇക്കാലത്ത് പെണ്ണുങ്ങൾക്ക് കുടുംബജീവിതത്തിൽ പ്രാധാന്യം സ്വാതന്ത്ര്യമൊക്കെ വന്നിട്ടുണ്ട്. ഏത് കാര്യം പെണ്ണുങ്ങളോടുകൂടി ചോദിച്ചേ ചെയ്യാവുന്നതാണ് ഉസ്താദിന്റെ അഭിപ്രായം. ആണുങ്ങളുടെ അഭിപ്രായത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കാന്നുള്ള വിചാരം അത്ര നല്ലതല്ല. ഈ നിക്കാഹിന്റെ കാര്യത്തില് ആർക്കും ഇവിടെ എതിരഭിപ്രായമൊന്നുമില്ല. പിന്നെ പെൺകുട്ടീനോട് അഭിപ്രായം ചോദിക്കുന്ന കാര്യം എന്തിനാ വേണ്ടാത്ത ശീലങ്ങള്? അന്റെ വാപ്പാനെ കെട്ടുമ്പോ എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതൊക്കെ പഴയ കാലല്ലേ വല്യുമ്മ. ഇപ്പോ ചെറിയ കുട്ടികൾ പോലും പൊരേലത്തെ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയണ കാല. ഓ, ഞമ്മള് പഴയ ആളാണല്ലോ. വല്യുമ്മ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്നാ പിന്നെ ഓളെ വിളിച്ച് കാര്യം ചോദിക്കേ, അതാ നല്ലത്. ഓളെവിടെ?
ജമീല ജമീല ജമീല, സീതിക്കാരന്റെ മോനായിട്ടുള്ള നിക്കാഹ് നിനക്ക് ഇഷ്ടാണോ? നമ്മളത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പോവുക. എന്താ നീയൊന്നും മിണ്ടാത്തത്? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട വാപ്പ, എനിക്ക് പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വേണ്ടാത്ത ഓരോ ശീലങ്ങൾ നോക്കിയാ അതാ കുഴപ്പം. എന്തായാലും നിങ്ങൾ ആലോചിച്ച് ചെയ്തോളി. ഓണ മനസ്സിൽ വേറെന്തോ ഉണ്ടാവും. അതെന്താന്ന് ഈ എന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോ. അല്ലാണ്ട് നിക്കാഹിന്റെ തലേന്ന് കരച്ചിലും വിളിച്ചൊന്നും ആകാൻ നിൽക്കണ്ട. ഉമ്മ, ഞാൻ എങ്ങനെ ജമീലാന്റെ അടുത്ത് ഓളെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോന്ന് ചോദിക്കുക? അതിനിപ്പെന്താ, നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യം തുറന്നു പറയണല്ലേ. എന്നാലും അത് വേണ്ട ഉമ്മ. പിന്നെ ആരാ ചോദിക്കുക? ആരായാലും ചോദിച്ചേ പറ്റൂ. എല്ലാരും കൂടി ഉണ്ടാക്കി ഇടങ്ങേറല്ലേ. ഓളെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ഇനി നിക്കാഹാലോചന. ഞാൻ പറയുമ്പോ ഒക്കെ എന്റെ പോയത്താന്ന് നിങ്ങളൊക്കെ പറയൂ. പഠിക്കാൻ പോണ കുട്ടികള് അതിന്റെ മാരിയിൽ വേണം പോരേന്ന് ഇറങ്ങാൻ. ഇപ്പൊ പുതിയ വേഷവും പരിഷ്കാരവും ഒക്കെ അല്ലേ. നിങ്ങളോടൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മുറിയും കുപ്പായം ഒന്നിട്ട് നടക്കരുതെന്ന്. പെണ്ണുങ്ങൾ ശരീരം മുഴുവൻ മറച്ച് വസ്ത്രം ധരിക്കണമെന്ന് പറയണത് ആണുങ്ങൾ കണ്ട് മോഹിക്കാതിരിക്കാനും തിരിച്ചങ്ങോട്ട് തോന്നാതിരിക്കാനും. വല്യമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഉമ്മാനോടും കൂടിയാ പറഞ്ഞത്. അല്ല, ആരെ കൊണ്ട് ജമീലാനോട് കാര്യം ചോദിപ്പിക്കുക? അത് പറയ്. ഇതിനൊക്കെ നല്ല ആള് മജീദാ. ഓന്റെ അടുത്ത് ഓളൊന്നും മറച്ചു വെക്കൂല. ഓളോട് ചോദിക്കേണ്ട കാര്യം ഓനെ അങ്ങോട്ട് ഏൽപ്പിച്ചാ മതി. ഇപ്പട്ടാ വന്ന് കിടക്കുക. അല്ല മജീദ്, അന്നെ ഞമ്മൾ എവിടൊക്കെ തെരഞ്ഞ് ഈതാള് മനസ്സിലാത്ത സ്ഥലത്ത് അമ്പിളി മാമനെ നോക്കി കിടക്കേനും. എന്തേനു? ആ, അന്നോട് റുക്കേത്തൊന്ന് പെരയിലേക്ക് ചെല്ലാൻ പറഞ്ഞിക്കണേ. അതെന്തിനാ? അതൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പൊ വേണ്ട, രാവിലെ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ആ, ചെലപ്പോ നീയും ജമീലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് വിളിപ്പിക്കായിരിക്കും. പേടിപ്പിക്കല പഹയാ. എന്തായാലും ചെല്ല്, ഒരു കോൾ ഉറപ്പാ. ആ, ഞാൻ പോയിക്കോ. നീ അങ്ങോട്ടാ? ഞാൻ കൊപ്പരക്കളത്തിലേക്ക്. അവിടെ അല്ലേ നമ്മളെ ബ്ലംഗ്ലാവ്. പോട്ടെ. ബഷീർക്കില്ലേ? ഉണ്ട്. ആരാ? മജീദൊക്കെയാ. വരി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇരിക്ക്. മജീദിനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. എന്താ, ഫുൾ ബിസിയാണോ? ഏയ്, ഒന്നുമില്ല. റുക്കിയെ ചോദിച്ചു എന്ന് പറഞ്ഞു. കാര്യായിട്ടൊന്നുമില്ല, എന്നാ ഉണ്ട് താനും. ആ, ജമീലയ്ക്ക് ഒരു ആലോചന വന്ന കാര്യം മജീദ് അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ സീതിക്കാന്റെ മോൻ കുഞ്ഞോനാണ് ചെക്കൻ. ജമീലക്ക് അതിലെന്തോ ഇഷ്ടക്കേടുള്ള പോലെ തോന്നി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മജീദ് ഓളോടെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളല്ലേ. കോളേജ് പഠിക്കുന്ന പെൺകുട്ടികളാവുമ്പോ ആരോടെങ്കിലും ഇഷ്ടം കൂടുന്നതൊക്കെ അവൾക്ക് അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോന്നൊക്കെ നിങ്ങൾ ചോദിച്ചറിയണം. അതിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ
നമുക്ക് ഈ കല്യാണത്തിന് മുൻപ് ഇതറിഞ്ഞോളൂ വല്ല കടുങ്കയും ചെയ്താലോ? അങ്ങനെയുണ്ടെങ്കിൽ അത് ബാപ്പ പറഞ്ഞ് ശരിയാക്കിക്കോളെന്ന് വെക്കാം. ഒരാളോട് ഇഷ്ടം കൂടുമ്പോൾ അയാളെ മാത്രമേ ജീവിത പങ്കാളിയാക്കുന്ന് ഓള് വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിലോ? അതെന്താ അങ്ങനെ ചോദിക്കണേ? അല്ല, സിനിമയിലും കഥയിലൊക്കെ അങ്ങനെ ഉള്ളോണ്ട് ചോദിച്ചതാ. ഇത് സിനിമയല്ലല്ലോ, ജീവിതമല്ലേ. എന്തായാലും നമ്മുടെ കുടുംബത്തില് അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ. പെൺകുട്ടികളെ മനസ്സല്ലേ, ഓൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഉറച്ചേക്കല്ലേ നല്ലത്. ഓളെ നമുക്ക് തിരുത്തണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ ഓളെ കൊന്നുകളയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. കുണ്ടങ്ങൽ പഞ്ചായത്തില് നിലയും വിലയുള്ള ഒരാളല്ലേ എന്റെ മാമൻ. മാമന്റെ മാനം പോണൊരു കാര്യം വന്നാ വല്ലാത്ത പിടിവാശിക്കാരനാന്ന് മജീദ് കാക്ക് അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയണം. അത് ഞാൻ ചോദിച്ചറിഞ്ഞോളാം. 2 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ഓ, ഇക്കാര്യം മറ്റാരും അറിയും വേണ്ട. ഇല്ല. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പടച്ചോനെ, സമാധാനായി. ഇതിപ്പോ കല്ലുപ്പിനോട് കറിയിൽ ഉപ്പ് നോക്കാൻ പറഞ്ഞ പോലെയായി. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കുക. ജമീലാന്റെ മനസ്സറിയാൻ ഓളെ കളിക്കൂട്ടുകാരനായ നിന്നെ റുക്കിയത്തെ ഏൽപ്പിക്കുക. ഇതില് വേറെന്തോ ഒരർത്ഥം ഒളിഞ്ഞിരിക്കുന്നില്ലേ? എന്തർത്ഥം? ജമീലാന്റെ മനസ്സ് അന്റെ കയ്യിലാന്ന് ആരിക്കൊക്കെയോ പിടുത്തം കിട്ടിക്കുന്നുള്ളതിന്റെ ഒരു സൂചന അതിൻ്റെ അകത്തില്ലേ? ഇതെന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചപ്പോ കിട്ടിയാണ്. വെറുതെ അല്ലടാ നിന്റെ ചെറിയ ബുദ്ധി വലുതാവാത്തത്. എടാ, അവരെന്നെ കാര്യം ഏൽപ്പിച്ചത് എന്നോട് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആണത്തത്തോടെ ചെന്ന് പറയും, ഈ ജമീലാനെ എനിക്ക് വേണമെന്ന്. അപ്പൊ ഒന്നും പറയണ്ടെന്നാണോ? നീ പറ ജമീല, എങ്ങനെ ഈ കാര്യമൊക്കെ ഞാൻ അവരോട് പറയാ? സ്വന്തം മോനെപ്പോലെ കണ്ട് നിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിക്കുന്ന മാമ, അതുപോലെ തന്നെ നിന്റെ ഉമ്മ റുഖിയാത്ത, ഇവരോടൊക്കെ എങ്ങനെയാ ഇവളെ എനിക്ക് നിക്കാഹ് ചെയ്തു തരണമെന്ന് പറയാ? പിന്നെ പറയാതെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറയും. എന്നെ കൊന്നാലും വേണ്ടില്ല. ഉസ്താദ് ഡൽഹിക്ക് പോയതാണ് പറ്റിച്ചത്. അല്ലെങ്കിൽ മൂപ്പരോട് കാര്യങ്ങൾ പറഞ്ഞാൽ സംഗതി സബൂറാക്കി തരുമായിരുന്നു. ഉസ്താദ് വരുന്നവരെയൊന്നും കാത്തുക്കാൻ നേരല്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം മജീദ് കാ. എന്താപ്പ ചെയ്യാ? വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് ജമീലെ സമ്മതിക്കുന്നേ നിവൃത്തിയുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. മജീദ് കാ, ചങ്ക് കൊള്ളണ വർത്താനം പറയരുത്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് മജീദ് ഖാനെ ഇഷ്ടമാണ്. അന്നൊന്നും ആ ഇഷ്ടം ഏത് തരത്തിലുള്ളതാണെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് മജീദ് ഖാനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. കേട്ടല്ലോ, ഇനി ഒരു തീരുമാനം എടുക്കേണ്ട ഈയാണ്. എന്റെ ചെറിയ ബുദ്ധിയില് വേറൊരു ഗുട്ടൻസ് തെളിഞ്ഞു വരുന്നുണ്ട്. ആദ്യം ഈ നിക്കാഹ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെപ്പിക്കണം. അതെങ്ങനെ? വഴിയുണ്ട്, പക്ഷെ ജമീലയ്ക്ക് കുറച്ച് പണി കൂടും. കുഴപ്പമില്ലല്ലോ? ഞാൻ എന്തിനും തയ്യാറാണ്. ആ, എന്നാൽ ആദ്യം ഒരു ജിന്നിനെ കൊണ്ടുവരണം. ജിന്നോ? ആ, ജിന്ന് തന്നെ, മനുഷ്യന്മാരെ മേത്തു കൂടുന്ന ജിന്ന്. എടാ കോയിമുന്നേരെ, ഈ അങ്ങോട്ടായി ഓടണേ? അറിഞ്ഞില്ലേ? എന്ത്? കൊപ്പരാജിയുടെ മോളെ മേത്ത് ജിന്ന്. ഇപ്പൊ എന്നാ വിട്ടോ? എടാ കോളറെ, അറിഞ്ഞില്ലേ? കൊപ്പരാജിന്റെ മോക്ക് ജിന്ന് കുടിക്കുന്നല്ലേ? എപ്പോ? ഇപ്പൊ വേഗം. ഇന്നെ വിടാനാ പറഞ്ഞേ. എങ്ങോട്ടായി പോണേ? കുട്ടികളെ പോലെ ആയാലോ? എനിക്കിത് പോലെ കാണണം. മനസ്സിൽ ഭ്രാന്തനാക്കാൻ എന്ത് ഭർത്താനായി പറയണ്? ജിന്നു കൂടിയ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് കാണാൻ പാടില്ല. ജിന്ന് മണ്ണാങ്കാട്ട ഇന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. നിങ്ങളൊന്ന് അടങ്ങി നിക്കി, ഞാനും ഉമ്മയും കൂടി ഒന്ന് പോയി നോക്കട്ടെ. ആ, അത് തന്നെ. ഇജ്ജ് അവിടെ സബൂറായി കുത്തിരിക്കി. ശരി.
ഫാത്തിബി എന്തെടുക്കുക? മുറിയിൽ കുന്തിരിക്കം പുകച്ച് വൃത്തിയാക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഈ കേട്ടില്ലേ ഫാത്തിബി? കേട്ടിക്കണ് ചെയ്യാ. എവിടെ എന്റെ പാലും പഴവും? ലൊഹറിന് സമയമായത് അറിയില്ലേ? എന്താ നസീമ ഇങ്ങനെ കുത്തിരുന്ന് നേരം പോക്കുന്നത്? ഖുറാൻ എടുത്ത് 2 വരി ഓതിക്കൂടെ നിനക്ക്? ഈ പെരേല് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിനെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാനൊരു കടലാസിൽ എഴുതി തരാം. എന്തൊരു പോക്കാണ്. ഒന്ന് മാറിക്ക് കുന്തിരിക്കാണ്. മനുഷ്യൻ നേരം വെളുത്തപ്പോ തുടങ്ങിയ കുന്തിരിക്കാൻ പോയിക്കാൻ. ഇനിയിപ്പോ ചന്ദനത്തിരി വേണമല്ലേ? ഞാൻ കുറച്ച് വെള്ളം മന്ത്രിച്ചു തരാം. അത് പനിനീരും കൂട്ടി ഇവിടെയെല്ലാം തളിക്കണം. മനസ്സിലായി. കുട്ടി ബിലീസുകൾ ഈ പൊരേന്റെ ചുറ്റും മണ്ടി നടക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളോണ്ട് അകത്ത് കയറൂല. എന്നാലും സൂക്ഷിക്കണം. പോയിക്കോളി. റബ്ബുൽ തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ കുട്ടീന്റെ മേല് ജിന്നു കൂടിയിക്കണല്ലോ പടച്ചോനെ. എന്റെ മോക്ക് എന്താ പറ്റിയതമ്മാ? നിങ്ങൾക്കാർക്കും ഞാൻ പറയുമ്പോ വിശ്വാസാവൂലല്ലോ. ഇപ്പൊ എന്തായി? ആ നോട്ടവും വർത്താനും ഒക്കെ കണ്ടാൽ അറിയാം. പണ്ട് മറിയാത്തന്റെ മോളെ മേല് ജിന്നു കൂടിയപ്പോ ഇതേപോലെ ഇനി പെരുമാറിയത്. ഇത് ജിന്ന് തന്നെയാണ്, ഉറപ്പാണ്. ഒന്ന് നിർത്തല്ല നിങ്ങള്. ഓരേതെങ്കിലും നല്ല ഡോക്ടർ കാണിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല ചേലായി. ജിന്നു കൂടിയനെ ഡോക്ടറെ കാണിക്കേ. മിണ്ടാതെ കുത്തിരുന്നോ? പടച്ചോനിപ്പൻ എത്ര വിവരമില്ലാത്തവനായി പോയല്ലോ. ഇയൊന്ന് വന്ന് ചെന്ന് ശരിക്കൊന്ന് കണ്ടു നോക്ക്. ആ ജിന്നിന്റെ കളി കാണണമെങ്കിൽ എന്നിട്ട് തീരുമാനിക്ക് ഡോക്ടറെ വിളിക്കണോ അതോ മോലിയാറെ വിളിക്കണോന്ന്. ജിന്നെന്ന് പറഞ്ഞ കുട്ടിക്കളി ഒന്നുമല്ല. അതെല്ലാരും മനസ്സിലാക്കി പെരുമാറിയ നല്ലത്. നല്ല മണം. ഇത് ചന്ദനത്തിരി. ഞാൻ ജമീലാന്റെ വൃത്തിയാടാ. ഞാൻ പുറത്തുണ്ടോളാം. കൊണ്ടുപോ. മനുഷ്യൻ 3-4 ദിവസമായിട്ട് ഊണുമില്ല ഉറക്കുമില്ല. ഈ എങ്ങനെ പന്തം കണ്ട പെരച്ചതിനെ പോലെ കുത്തിരിക്കാണ്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യേ. വൈകുന്നതിനനുസരിച്ച് കുഴപ്പാണ്. നിക്കാതെ നിശ്ചയിച്ച കുട്ടിയാണല്ലോ ബദിരീങ്ങളെ. ഓക്കൊന്നും വരുത്തല്ലേ എന്റെ പടച്ചോനെ. എല്ലാം കൂടി ബേജാറാക്കല്ലിമ്മ. മനുഷ്യൻ ആകെപ്പാടെ പുലിവാലിൽ കുത്തിരിക്കുക. വല്യമ്മ പിന്നാമ്പുറത്ത് കുറെ പെണ്ണുങ്ങൾ കാത്തുക്കുണ്ട് മന്ത്രിച്ചൂതാന്. നിങ്ങൾ ചെല്ലി അയറ്റോളൊക്കെ ഒന്ന് ഓടിക്കേ. ജിന്നു കേട്ടാ മതി. അതുവരെ സഹായിച്ച പടച്ചോനെ മറന്നു പോകും. ജിന്നു കൂടിയവരെ കാണാനും മന്ത്രി ചൂതാനും ഒക്കെ ആൾക്കാർ വരും. അതൊക്കെ സാധാരണാണ്. ജോല മണ്ടിക്കണതിന് പകരം ജമീലാന്റെ മേത്തുള്ള ജിന്നിനെ മണ്ടിക്കാൻ ഒരാളെ കൊണ്ടുവരാൻ നോക്ക്. താനൂരങ്ങാടിയോ മറ്റോ ഒരു സൂതിപ്പാപ്പുണ്ട്. ഏത് ജിന്നിനെ അയാൾ ഒഴിപ്പിക്കുന്ന കേട്ടിക്കണേ. സൂതിപ്പാപ്പെങ്കിലും സൂതിപ്പാപ്പ. ഇന്റെ മോളൊന്ന് പഴയ ചേർക്ക് ആയി കിട്ടിയാൽ മതി പടച്ചോനെ. ബഷീറെ എന്ത് പണ്ടാറാണെന്ന് ചെയ്യ് ചെല്ല്. മോനെ മജീദ്, ഇത് കണ്ട, ഇത് വെള്ളം മന്ത്രിച്ചത്, ഇത് ചരട് മന്ത്രിച്ചത്, ഇത് എന്റെ നല്ല പരിപാടി. അല്ലാ, നിന്നെ എനിക്കിഷ്ടമാണ് ദേറുബ. 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 അല്ലാ, ഇപ്പൊ എന്താ കണ്ടിക്കണ്? എന്ത് കാണാന്? നാളെ സൂതിപ്പാപ്പ വരുന്നല്ലേ പറയണേ. ഫാത്തിബി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുരുഷന്മാരെ കടത്തിവിടരുതെന്ന്? സൂതിപ്പ മൊല്ലാക്കാനോട് പോവാൻ പറ. പോകാനല്ല ഞാൻ വന്നത്, നിന്നെ ഒഴിപ്പിക്കാനാ. ഞാൻ പോവില്ല.
കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവും. ഓഹോ, അത് ശരി. നമ്മളെ പേര് കേട്ടാ പേടിച്ച് വിറച്ചു തുള്ളുന്ന ജിന്നെ എവിടെ ഉള്ളൂ? ദാ ഈ ചൂരല് കണ്ടോ? ഇത് നിന്റെ മേത്ത് വീടിന് മുമ്പ് പോകുന്നതാ നിനക്ക് നല്ലത്. പേടിപ്പിക്കല്ലേ സൂതിപ്പ, ഞാൻ പോവില്ല. ഇവിടുന്ന് പോകാൻ നിനക്ക് എന്താ വേണ്ടത്? എന്ത് തന്നാലും പോകില്ല ഞാൻ. ജമീലാനെ എനിക്ക് വേണം. അവളെ ഇപ്പൊ നിക്കാഹ് കഴിച്ചു വിടരുത്. അതെ. അപ്പൊ ഇറങ്ങൂല നീ അല്ലേ? ഇല്ല. എങ്കിൽ നിന്നെ പറഞ്ഞു വിട്ടിട്ട് എന്നെ കാര്യം. വേണ്ട, എന്നെ തല്ലണ്ട. ഞാൻ പോവില്ല. പോവില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോവില്ല. ഇല്ല, എന്നെ തല്ലണ്ട. ഞാൻ പോവില്ല. ഈ വീട്ടിൽ എന്നെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ. അല്ലാന്റെയും മുത്തുറസൂലിന്റെയും മാർഗത്തിലുള്ള ജിന്നാണ് ഞാൻ. ഇനി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ നിന്റെ തല ഈ കഴുത്തിന് മേലെ ഉണ്ടാവില്ല. ബൽക്കീസ് രാജിന്റെ സിംഹാസനം നിമിഷങ്ങൾക്കകം കൊണ്ടുവന്ന ഇഫ്രീത്തിനെ നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കാണ്, ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്? ഇത് ഞമ്മളെ കൊണ്ടാകണ കേസല്ല ആചാരെ. ജിന്ന് സ്വയം ഒഴിഞ്ഞു പോണത് വരെ കാത്തു നിൽക്കണതാ നല്ലത്. ഓലെ കൊണ്ട് ഞമ്മക്ക് നല്ല ഉപകാരം ഉണ്ടാവൂന്ന് ചൊല്ലിക്കണം. പിന്നെ ജമീലാന്റെ നിക്കാഹ് ഇപ്പൊ നടത്തരുത് എന്നും ചൊല്ലിക്കണം. പടച്ചോനെ, അപ്പൊ നിശ്ചയിച്ച നിക്കാഹ് ഇപ്പൊ എന്താക്കും? അതിന് നിങ്ങക്ക് മട്ടം പോലെ ചെയ്യാം. ഞമ്മക്ക് ഇത്തിരി തിരക്കുണ്ട്. അപ്പോ പറഞ്ഞ പോലെ ചെയ്യാം. എന്റെ മോക്ക് ഗതി വന്നല്ലോ റബ്ബേ. ജമീല, അയാളുടെ ഒരു ഒടുക്കത്തെ അടി എന്റെ കൈ വണ്ണം വെച്ചു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ അടിയൊക്കെ കൊള്ളുന്നത്. നമുക്ക് വേണ്ടി പറയും. ഇനിയിപ്പോ ഏത് മൊല്ലൊക്കെയാണാവോ വരാൻ പോകുന്നത്? ജമീല, സാരില്ല, എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല. എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടായിട്ടുള്ളൂ. അപ്പുറത്തേക്ക് പോയിക്കോളി. ആരെങ്കിലും കണ്ടാ പഠിച്ചമ്പുരാനെ എന്നെ കാക്കണേ. ദേ കിടക്കണില്ലേ? എങ്ങനെ കിടക്കും? നമ്മളെ മോളെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്ക് വരുന്നില്ല. നീ പോയി കിടന്നു. എന്നാ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ. 3-4 ദിവസം നിങ്ങൾ ഉറക്കം വയ്ക്കുന്നു. പോയിക്കോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അങ്ങനെ സൂതിപ്പാപ്പമല്ലാക്കി പറന്നുപോയി. ഇനി പേത് മൊല്ലാക്കനാണോ നമ്മൾ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ മുണ്ടാനിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞുണ്ടോ ബഷീറെ? അതാ വഴി പറഞ്ഞുതരാൻ പറ്റിയ ആളാത് വരുന്ന. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്നലെയാ ഞാൻ ഡൽഹിയിൽ നിന്ന് എത്തിയത്. അപ്പോഴാ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയണത്. എന്താ ആചാര്യ പ്രശ്നം? ഭ്രാന്തിനെ നോക്കുന്ന ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. എന്താണ് ഏതാണെന്ന് ഒരു പിടുത്തം കിട്ടാതെ ബേജാറായിരിക്കാണ് ഞാൻ. മാനത്തുനിന്ന് പൊട്ടി വീണ് ജിന്നിന്റെ അടുങ്ങറുകൊണ്ട് എന്റെ മോക്ക് പറഞ്ഞച്ച നിക്കാഹും മുടങ്ങി. ഉസ്താദിനറിയാലോ, നമ്മൾ ജിന്നിനും ചെയ്താലും ഒന്നും വിശ്വസിക്കാത്ത ആളാണ്. ഇതിപ്പം കണ്ണിന്റെ മുമ്പിൽ ഓരോന്ന് കാണാൻ തുടങ്ങിയപ്പം സത്യം പറയാലോ നമ്മൾ ഒന്ന് പതറിപ്പോയി.
ഇതിപ്പോ 3-4 ദിവസമായി തുടങ്ങിയിട്ട്. ഇനി നിങ്ങൾ വന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്ന തീരുമാനം ഉറപ്പിച്ചിരിക്കാണ് ഞാൻ. ഞാന് കുട്ടിയെ ഒന്ന് കാണട്ടെ. അല്ലാ, ജിന്നിന് ആണുങ്ങളെ കാണാൻ പറ്റില്ല ഉസ്താദേ. സൂതിപ്പാപ്പൊക്കെ കാണാമെങ്കില് എനിക്കും കാണാം. മജീദേ, നീയും കൂടെ വാ. ഒരു ബലത്തിന്. ഏത് മുറിയിലാവള്? ആ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ നിന്നാ മതി. വാ. ജമീല, സത്യം പറയണം, എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? സത്യം പറയാൻ. എന്താ ചോദിച്ചില്ലേ? ഉസ്താദേ, ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് മാമനോട് തുറന്നു പറയാൻ രണ്ടാൾക്കും ധൈര്യം കിട്ടിയില്ല. പേടിയായിരുന്നു. പിന്നെ ജമീലാൻ്റെ കല്യാണം മുടക്കാൻ ഇതേ ഒരു മാർഗം കണ്ടു. ഞങ്ങളോട് ക്ഷമിക്കണം. ഉസ്താദ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ. ശരി. അപ്പൊ ഓളെ മേലെ ജിന്നു കൂടിയതല്ലേ? എന്നാലും വല്ലാത്തൊരു കളിയാണ് ആ കുട്ടികൾ കളിച്ചത്. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഒരു കാര്യസാധ്യത്തിന് ആളുകൾ ജിന്നുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തൂന്ന് ഇതുകൊണ്ട് മനസ്സിലായല്ലോ. ഇനി പറയും, ആളെ പറ്റിക്കുന്ന ജിന്ന് വേണോ അതല്ല സർവശക്തനായ പടച്ചോൻ വേണോ എന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കും. അതൊക്കെ പോട്ടെ, നമുക്കിനി ഇവിടുത്തെ കാര്യത്തിലേക്ക് കടക്കാം. കണ്ടില്ലേ, അപ്പ ഹാജി വലിയ ടെൻഷനില്ല. ഒരു വീടാവുമ്പോ അവിടെ വിവിധ താല്പര്യക്കാരുണ്ടാവും. അത് മുതിർന്നവരായാലും ശരി, കുട്ടികളായാലും ശരി. അതൊരു അഭിപ്രായ വ്യത്യാസമായും പ്രശ്നമായും കണക്കാക്കാതെ വിവേക ബുദ്ധിയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നാടകം കളിക്കേണ്ടി വരുന്നതും. നേരായ വഴികൾ പലതും ഉണ്ടായിട്ടും കുട്ടികൾ ഇങ്ങനെ ഒരു ജിന്നിന്റെ നാടകം കളിക്കേണ്ടി വന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അറിവില്ലായ്മ കൊണ്ട് പറ്റിയതല്ലേ ഹാജി, നമുക്കതങ്ങോട്ട് ക്ഷമിച്ചു കളയാം. കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളായിട്ട് എന്തിനാ അതിനൊരു തടസ്സം നിൽക്കുന്നത്? മജീദേ, നീ ഒന്ന് ഇങ്ങോട്ട് വാ. വാടോ. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് മാമന്റെ മുഖത്ത് നോക്കി പറ. പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റെതായ സമയത്ത് പറയാത്തത് കൊണ്ടാണ് ഈ കളവ് പറച്ചിലും നാടകം കളിയൊക്കെ വേണ്ടി വന്നത്. പറയും, മാമനോടൊക്കെ തുറന്നു പറയും. ചെല്ലേ. മാമ, ജമീലാൻ എനിക്കിഷ്ടമാണ്. ഓക്കെ എന്നോടും. അവളെ എനിക്ക് തന്നൂടെ മാമ? ജമീല, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നിൽക്ക്. ആ, ഇവൻ പറഞ്ഞതൊക്കെ നേരാണോ? അനക്കും ഇവന് ഇഷ്ടാണോ? ഇമ്മത് കേട്ടോ, ഇവര് തമ്മിൽ ഇഷ്ടാണെന്ന് അതുപോലെ ഞാൻ തീരുമാനിച്ചാ മതിയോ? ഇങ്ങനത്തെ പറഞ്ഞ കാര്യത്തില് ഞാനെന്ത് പറയാനാ? നിക്കാഹ് കഴിക്കണവര് തമ്മിലുള്ള മനപ്പുറത്തല്ലേ കാര്യം. ഓലിഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ എന്ത് പറയുന്നത് സീമ? ഉമ്മ പറഞ്ഞില്ലേ, നീക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഓഹോ, അപ്പൊ റുക്കിയും ബസീറും എന്താ പറയണേ? ഞങ്ങൾക്ക് ഇഷ്ടാണ്. അപ്പൊ എല്ലാവർക്കും ചോദിച്ചവർക്കും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാനായിട്ട് എന്തിനാ എതിർക്കണേ? എനിക്കൊന്ന് 100 വട്ടം ഇഷ്ടം തന്നെയാണ്. മജീദ് നമ്മളെ കുട്ടിയല്ലേ, നല്ല തണ്ണും തടിയുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ ഓൻ നമ്മളെ ശ്രദ്ധയിൽ വരാതിരുന്നേ നമ്മളെ തെറ്റായിപ്പോയി. എടാ, ആൺകുട്ടികളായാൽ ധൈര്യം വേണം. ഹംക്കെ, എനിക്കൊരു വാക്കിനോട് പറഞ്ഞാ പോരെ, ഞാൻ എപ്പോ പിടിച്ചു നിങ്ങളെ. അപ്പം ജമീലാന്റെ നിക്കാഹിന്റെ കാര്യം
ഓളെ മേത്ത് കൂടെ ജിന്നിന്റെ കാര്യം ഇവിടെ വെച്ച് പഞ്ചായത്തായതായി നമ്മൾ പ്രഖ്യാപിച്ചോളൂ. ഒരറ്റ അടി വെച്ചാണല്ലോ ബാപ്പാനെ വെള്ളം കുടിപ്പിച്ച് ചിരിക്കാന് അണുക്ക് കിട്ടടി ചെയ് തന്നെ. ഇനി ഉസ്താദെ, ഇവരെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മുറാദും കൂടി ഉണ്ട്. ഇത് തോണ്ടലാവുന്നല്ല, നമ്മളിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആജയായിട്ടാണ് അറിയണേ. ഒന്ന് മക്കത്ത് പോയിട്ട് ഒറിജിനൽ ആജയായിട്ട് വരണമെന്നുണ്ട്. ഇനി തല്ലും പൊടിയും കൊസരും പഞ്ചായത്തൊക്കെ പരിക്ക് പുറത്ത്. കോയക്കുട്ടിന്റെ മോളെ ഓളെ പിയാപ്പിള ഒരു കാരണമില്ലാണ്ട് മൊയ്യെല്ലാം പോണ്. ചതിച്ചോ പഠിച്ചോനെ, ആകെ കുലുമാലാണ് അവിടെ. അല്ലാ, പിന്നെയും തുടങ്ങിയ പുലിവാൽ. നടന്നോ, നമ്മളെത്തിപ്പോയി. ആ മമ്മിയോട് വണ്ടി റെഡിയാക്കാൻ കുണ്ടുങ്ങൽ പഞ്ചായത്തിലെ ആജിയാര് മക്ക കാണാതെ ആജിയായ ഒരു കൊപ്രാജി വരുന്നുണ്ട്. വാക്കുകൊണ്ട് തോക്ക് നീട്ടും, നാക്ക് കൊണ്ട് ചാക്കിലാക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും താരമാണിവൻ. കോട്ടിലാതെ വക്കീലാകും വീരനായകൻ. നാട്ടിലാകെ കേളി കെട്ടൊരു കുല്ലുമാലേ, ആജിയാര് കഴിഞ്ഞു പോയൊരു പുലിവാലേ. സാധനല്ലേ ആള് ഭയങ്കര പ്രസ്ഥാനമാണ്. പഞ്ചായത്ത് പറഞ്ഞോണ്ട് ഇങ്ങനെ നാളുകൾ എണ്ണിക്കഴിയുമ്പോ പണ്ടാറായ ഒരു കേസിൽ നമ്മുടെ ആചാരന്ന് കുടുങ്ങിയല്ലോ. സമാധാനമായി. പഞ്ചായത്ത് പറഞ്ഞോണ്ട് ഇങ്ങനെ നാളുകൾ എണ്ണിക്കഴിയുമ്പോ പണ്ടാറായ ഒരു കേസിൽ നമ്മുടെ ആചാരന്ന് കുടുങ്ങിയല്ലോ. പണികൾ പലതും നോക്കി, 18 പയറ്റി നോക്കി. കാറ്റുപോയ ബലൂണ് പോലെ മാറിച്ചേലേ. നോക്ക് നമ്മുടെ ആജിയാർ പിടിച്ച പുലിവാലേ. നാട്ടിലാകെ കേളി കെട്ടൊരു കുല്ലുമാലേ. ആജിയാർ കണിഞ്ഞു പോയൊരു പുലിവാലേ. വീട്ടിനുള്ളിൽ വന്ന് കയറിയ ഗതികേട് നാട്ടുകാരുടെ മുന്നിൽ